എന്നെ RCMലേക്ക് കൊണ്ടുവന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല RCMലേക്ക് വരണമെന്ന്. മൂർത്തി സാർ ആഗ്രഹിച്ചതാണ് ഞാൻ RCMലേക്ക് വരണമെന്ന്. കോട്ടയത്ത് RCMന്റെ ഷോപ്പ് വന്നപ്പോഴാണ് അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞത് ആ ഷോപ്പിൽ പോയി സാധനം വാങ്ങണം. ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാനൊരു പട്ടാളക്കാരനാണ്, എൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ക്യാൻറ്റീൻ സൗകര്യമുണ്ട്, നാട്ടിൽ മാവേലി സ്റ്റോറും സപ്ലൈകോയും ഒക്കെ ധാരാളം ഉണ്ട്, പിന്നെ എന്തിനാണ് RCMന്റെ സാധനം വാങ്ങുന്നത്? അതുകൊണ്ടാണ് ഒരു പ്രാധാന്യം കൊടുക്കാതിരുന്നു. പക്ഷേ മൂർത്തി സാറ് ആഗ്രഹിച്ച് തന്നെ RCMയെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം എന്നെ നിർബന്ധിച്ച് അവസാനം മൂർത്തി സാറ് പറഞ്ഞ ശല്യം സഹിക്കാൻ വയ്യാതെ RCMൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചു. മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഷോപ്പിൽ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, അത് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ഫോം. ആ ഫോം മൂർത്തി സാറിന് ചോദിച്ചപ്പോൾ അതിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഫോം പോലും കൊടുത്തിട്ടില്ല, നമ്പർ പറഞ്ഞു കൊടുത്തു. പിന്നീട് മൂർത്തി സാർ പറഞ്ഞു RCMൽ ജോയിനിങ് ആയെന്ന് പറഞ്ഞു, ഇനി സാധനമൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ സാധനമൊന്നും വാങ്ങിയില്ല. എന്തായാലും അതൊരു നിമിത്തമായി. പിന്നീട് RCMൽ 2010 RCMൽ സജീവമായത്. അതിന് കാരണം മറ്റൊരു ടോപ്പ് ലീഡറാണ്, മൂർത്തി സാർ തന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഗോപകുമാർ സാർ. അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ RCMൽ സജീവമാകാൻ തീരുമാനിച്ചത്. എന്തായാലും സജീവമായി ഇന്ന് റൈസിംഗ് കോർ ലീഡർ വരെയായി, RCMൽ സ്റ്റാർ എംബ്രാൾഡായി, യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് വിങ് എന്നുള്ളത്. യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ക്ലാസ് എടുക്കാനുള്ള യോഗ്യത വരെ നേടിയെന്നുള്ളതാണ്. എന്താ പറഞ്ഞാൽ സിസ്റ്റം പഠിപ്പിക്കാനുള്ള അർഹത വരെ ഇന്ന് എനിക്ക് ഈ സിസ്റ്റത്തിൽ കൂടെ കിട്ടിയത്. അതിനൊക്കെ കാരണഭൂതനാണ് മൂർത്തി സാറും അഖില മേഡവും. നന്ദിയോടെ സ്മരിക്കുകയാണ്. മൈ ലീഡർ ഈസ് മൈ എന്താണ് അഭിമാനം നമ്മൾ പറയുന്നത്. നമ്മുടെ ലീഡർ നമ്മുടെ അഭിമാനം എന്നാണ് പറയുക. തീർച്ചയായിട്ടും മൂർത്തി സാർ ഒരു അഭിമാനമാണ്, ലീഡറാണ്. വേണ്ട ഹെൽപ്പൊക്കെ, വേണ്ട എല്ലാ സഹായങ്ങളും, RCMൽ ഒരു റൈസിംഗ് കോർ ലീഡർ വരെ ആകാനുള്ള എല്ലാ ട്രെയിനിങ്ങും, എല്ലാവിധമായ ഉപദേശങ്ങളും, എല്ലാ ഗൈഡൻസും ഒക്കെ തന്നത് മൂർത്തി സാറാണ്, അഖില മേഡമാണ്. തീർച്ചയായിട്ടും രണ്ടുപേരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. മൂർത്തി സാറ് പരിചയപ്പെടുത്തി, പേര് ബാബു MT. ജനിച്ചത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്, പക്ഷെ ഇപ്പോൾ കോട്ടയത്താണ് താമസം. 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു ജോലി. 20 വർഷത്തെ ജോലിക്ക് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നു. കാരണം 20 വർഷം കൊണ്ട് ജോലി അവസാനിപ്പിക്കാൻ എൻ്റെ മനസ്സിൽ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. കാരണം RCMൽ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത ദിവസം തന്നെ എടുത്ത തീരുമാനമാണ് 20 വർഷം കൊണ്ട് ഈ ജോലി അവസാനിപ്പിക്കുമെന്ന്. അങ്ങനെ 20ാമത്തെ വർഷം ജോലി റിസൈൻ ചെയ്തു, നാട്ടിലേക്ക് വന്നു. കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു റിട്ടയർമെന്റ് ലൈഫ്. തുടക്ക സമയത്തൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ RCMൽ വന്നതുകൊണ്ടാണ് ആ കഷ്ടപ്പാടുകളൊക്കെ മാറി ജീവിതം വളരെ സ്മൂത്തായിട്ട് ഓടാൻ തുടങ്ങിയത്. RCM എന്ന ഈ സംവിധാനത്തിന്റെ നന്മയിൽ നിന്നാണ്. ഇന്ന് രാവിലെ വളരെ യാദൃച്ഛികമായിട്ട് ഞാനൊരു പോസ്റ്റ് തയ്യാറാക്കിയിട്ടു, നമ്മുടെ സന്തോഷ് നായരുടെ പ്രോഗ്രാം. അതിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതിയിരുന്നു, മോട്ടിവേഷൻ പ്ലസ് എഡ്യൂക്കേഷൻ പ്ലസ് വിഷൻ ഇസ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഞാൻ സംശയിച്ച് എന്താ എഴുതണ്ടേ, സ്റ്റാർ എമറാൾഡ് എന്ന് എഴുതണോ ഡയമണ്ട് എന്ന് എഴുതണോ? ഞാൻ ആഗ്രഹിച്ചത് സ്റ്റാർ എമറാൾഡ് എന്ന് എഴുതണമെന്നാണ്. പക്ഷേ ഞാൻ പിന്നീട് അത് തിരുത്തി ഡയമണ്ട് എന്നാക്കി. അപ്പം RCMന്റെ ഏത് ലെവലിൽ എത്താനും ഈ ഒരു ഫോർമുല വളരെ സഹായിക്കും. മോട്ടിവേഷൻ പ്ലസ് എഡ്യൂക്കേഷൻ പ്ലസ് വിഷൻ ഇസ് ഈക്വൽ ടു നമ്മൾ പൂരിപ്പിക്കണം. ഞാനത് സ്റ്റാർ എമറാൾഡ് ആകാനാണ് ഇഷ്ടപ്പെടുന്നത്, പക്ഷെ ഞാനത് തിരുത്തി ഡയമണ്ട് ആക്കി. കാരണം സ്വപ്നം വലുതാണ്, ലക്ഷ്യം വലുതാണ്, ഉദ്ദേശം വലുതാണ്. അതുകൊണ്ട് ഇന്ന് വരെ RCMൽ എത്താൻ കാരണം ഈ 3 കാര്യങ്ങളാണ്. മോട്ടിവേഷനും എഡ്യൂക്കേഷനും വിഷനും കൂടി എന്നെ ഇന്ന് സ്റ്റാർ എമറാൾഡ് ആക്കിയെങ്കിൽ നാളെ ഡയമണ്ട് ആക്കുന്നതും ഈ ഒരേ ഒരു ഫോർമുല ആയിരിക്കും. എൻ്റെ മുന്നേ ഇരിക്കുന്ന എല്ലാവരെയും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന ഏറ്റവും നല്ല ഫോർമുലയാണ് മോട്ടിവേഷൻ പ്ലസ് എഡ്യൂക്കേഷൻ പ്ലസ് വിഷൻ. അപ്പോൾ മോട്ടിവേഷൻ ഒന്നുകിൽ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ മോട്ടിവേഷൻ കിട്ടണം. അപ്പോൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നമുക്ക് തരാൻ പറ്റും. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ടീമിലുള്ളവർക്കും നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്താണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട, കാരണം കുറച്ച് മുമ്പേ സന്തോഷ് നായർ സാറ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പുതിയതായിട്ട് കയറിയവർ ഒരു പക്ഷേ കേട്ട് കാണത്തില്ല, പക്ഷേ ആദ്യം കേട്ടവരെല്ലാം, അത് ആദ്യം ഈ പ്ലാറ്റ്ഫോമിൽ വന്നവരെല്ലാം കേട്ടതാണ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം അവനവനെ പറ്റിയ അറിവ്, പിന്നെ ലോകത്തെ പറ്റിയുള്ള അറിവ്, എഡ്യൂക്കേഷൻ. അപ്പം സ്വയമായ അറിവുണ്ടാകണം. നമ്മൾ വസിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെ ഈ വേൾഡിനെ പറ്റിയുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ട, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം നോളജായി പ്ലസ് വിഷൻ അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ TCGയെ പറ്റി പറഞ്ഞ വിഷനറി ഫൗണ്ടർ എന്നാണ് പറയുക. വിഷനുള്ള ആള്, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്.
വിഷൻ ഉണ്ടാകുക, ദീർഘദൃഷ്ടി, ദീർഘമായ കാഴ്ച. 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ? 10 വർഷം കഴിഞ്ഞ് എൻ്റെ ടീമിൽ വരുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? എൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കും? എൻ്റെ നാട്ടിൽ എന്ത് സംഭവിക്കും? ഇത് കാണാൻ പറ്റുന്ന ആൾക്കാർ, ആ വിഷൻ. അപ്പോൾ ഈ വിഷനെയാണ് നമ്മളൊരു മിഷനാക്കി മാറ്റേണ്ടത്. വിഷനുള്ള ആൾക്കാർ അത് കൺവേർട്ട് ചെയ്യും, മിഷനായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഹരിതസഞ്ജീവിയുടെ പ്രോഗ്രാമിലാണെങ്കിലും ഗുഡ് ഡോട്ടിൻ്റെ പ്രോഗ്രാമിലാണെങ്കിലും എല്ലാം കേൾക്കുന്നതാണ് വിഷൻ. ഞങ്ങളുടെ വിഷൻ ഇതാണ്. ആ വിഷനെ ഞങ്ങൾ എന്താക്കി മാറ്റി? ഒരു മിഷനാക്കി മാറ്റി എന്നാണ് വന്നത്. അപ്പൊ വിഷനെ കൺവേർട്ട് ചെയ്ത് മിഷനാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ, അദ്ദേഹത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രശസ്തമായ സെന്റൻസ് ആണ്, ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. സക്സസിന് എളുപ്പവഴികളൊന്നുമില്ല. നോ ഷോർട്ട് കട്ട് ടു സക്സസ്, ബട്ട് ദർ ഈസ് എ ഷോർട്ട് കട്ട് ടു വെൽത്ത്. ദർ ഈസ് എ ഷോർട്ട് കട്ട് ടു വെൽത്ത്. വെൽത്തിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ന്യൂ തിങ്സ്. ദാറ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ്, ഒരു ശീലമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ശീലമാക്കിയാൽ അത് നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്, ബട്ട് ദർ ഈസ് എ ഷോർട്ട് കട്ട് ടു വെൽത്ത്, ആൻഡ് ദാറ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ ചെയ്യുക. 2023 ജനുവരി 1 നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ജനുവരി 2 വന്നു, 3 വന്നു, ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ 2023 അവസാന ദിവസം ഡിസംബർ മാസം 31 എത്തിയിരിക്കുകയാണ്. രാവിലെ 11 മണി കഴിഞ്ഞ സമയമാണ്. 11:30, 11:30 സമയമാണ്. അപ്പൊ 365 ദിവസങ്ങളും കഴിഞ്ഞു. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇനി നമ്മൾ ആ പഴയ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ്. സക്സസ്സിന് അപ്പം നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ചെയ്യുക. അപ്പം നമുക്ക് RCMന്റെ എക്കാലത്തെയും ഗുരു എന്നറിയപ്പെടുന്ന സതീഷ് പണ്ഡിറ്റിനെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വളരെ ചെറിയ കാലയളവിൽ മാത്രമേ RCM ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 3 വർഷം, 3.5 വർഷക്കാലത്ത് താഴെ മാത്രമേ അദ്ദേഹം RCM ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വൈഫിന് മിലൻ പാണ്ഡെയുടെ വീഡിയോ ഒക്കെ മിക്കവാറും ഗ്രൂപ്പുകളിൽ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ അത് കാണണം. മിലൻ പാണ്ഡെ RCM അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. അവർ 2008 9 ഒരു വീഡിയോ, ഒരു RCMന്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതായിട്ടൊരു വീഡിയോ ഗ്രൂപ്പുകളിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനകത്ത് അവർ പറയുന്നുണ്ട് RCM ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്ന് അവർ പറയുന്നുണ്ട്. അവരാണ് പറഞ്ഞത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് RCM എന്ന് അവർ പറയുന്നുണ്ട്. ആഡ്വ ജൂബ എന്നാണ് പറയുന്നത്, 8ാമത്തെ അത്ഭുതം. അവർ പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് സതീഷ് പണ്ഡിറ്റ് RCMൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ കരുതിയത് ഇതേതൊരു തട്ടിപ്പ് കമ്പനിയാണ്, ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ വാനിഷായി പോകും, ഈ പ്രസ്ഥാനം ഉണ്ടാകത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്ന് ഞാൻ വളരെ വ്യക്തതയോട് പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് ഈസ് നോ മോർ, എൻ്റെ ഭർത്താവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, ബട്ട് ദ കമ്പനി ഈസ് വെരി മച്ച് ദെയർ. കമ്പനി അവിടെ ഉണ്ടെന്നാണ്. ദാറ്റ് ഈസ് എ ക്രെഡിബിലിറ്റി ഓഫ് ദിസ് കമ്പനി എന്നാണ് അവർ പറയുന്നത്. അത് പറയാൻ കാരണം എന്താണ്? അവരുടെ ഭർത്താവ് കേവലം 3.5 വർഷം RCMൽ സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം RCMന്റെ എക്കാലത്തെ ഗുരു എന്ന് മാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പല കോട്ടുകളും നമ്മൾ എടുത്ത് പറയാറുണ്ട് മീറ്റിംഗ്. RCMനെ പഠിച്ചവർ, RCMനെ മനസ്സിലാക്കിയവർ പറയാറുള്ളത് പല കോട്ടുകളുണ്ട്. അതൊന്ന് ഞാൻ പറയാം. അവർ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് RCM എൻ്റെ മക്കൾക്ക് അച്ഛനെ പോലെയാണ്. അവരാ പറയുന്ന സെന്റൻസ് അതാണ്. RCM ഇന്ന് എൻ്റെ മക്കൾക്ക് അച്ഛനെ പോലെയാണ്. ഒരച്ഛൻ മക്കൾക്ക് എന്താണോ കൊടുക്കുന്നത് അത് മുഴുവൻ RCM ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്ന സെന്റൻസ്, എൻ്റെ മക്കള് പഠിച്ചത് വളരെ നല്ല എഡ്യൂക്കേഷൻ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ എനിക്ക് പറ്റി. അത് RCM ആണ് എന്നെ സഹായിച്ചത്. എൻ്റെ മക്കള് ഒരു ടോയിയുടെയോ ഒരു മെറ്റീരിയൽസിൻ്റെയോ മുകളിൽ കൈവച്ചാൽ ഞാൻ അതിൻ്റെ MRP പോലും നോക്കാതെ എൻ്റെ മക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് RCM കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ RCMനെ വിശേഷിപ്പിച്ചത് RCM ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നവർ വിശേഷിച്ചു. അവർ ആ മീറ്റിംഗിൽ പറയുന്നുണ്ട്, എനിക്കിന്ന് എൻ്റെ അക്കൗണ്ടിൽ മാസാമാസം 3 ലക്ഷത്തിലധികം രൂപ കിട്ടുന്നെന്ന് അവർ പറയുന്നുണ്ട്. 2011 പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ, എക്സാക്ട്ലി എനിക്കറിയത്തില്ല. അതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞതാണ്. ഈ 8ാമത്തെ അത്ഭുതമാണ് ശരിക്കും RCM. അതിലെ നമ്മുടെ സതീഷ് പണ്ഡിറ്റ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കലണ്ടർ മാറുന്നത് കൊണ്ട് ജീവിതം മാറില്ല. കലണ്ടർ ബദൽനെ സേ ജിന്ദഗി നഹീ ബദലേഗ എന്നാണ് പറഞ്ഞത്. കലണ്ടർ മാറുന്നത് കൊണ്ട് ജീവിതം മാറില്ല. ജീവിതം മാറണമെങ്കിൽ സ്വയം മാറണം.
ജീവിതം മാറണമെങ്കിൽ സ്വയം മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഖുദ് ബദൽന പടേഹ, സ്വയം മാറാൻ തയ്യാറാണെന്നാണ് RCMന്റെ എക്കാലത്തെ ഗുരു എന്ന് മാനിക്കപ്പെടുന്ന ആളാണ് സതീഷ് പണ്ഡിറ്റ്. അദ്ദേഹം പറഞ്ഞ ഇത് ഒരു കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഇവിടെ അത് തന്നെയാണ് ജോർജ് വാഷിങ്ടൺ പറഞ്ഞത്. നിങ്ങൾക്ക് സക്സസ് വേണോ, യു ഹാവ് ടു ചേഞ്ച്. നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ മാറാൻ തരണം. നമുക്ക് സ്വയം ചേഞ്ച് ചെയ്യുന്നതിന് താല്പര്യമില്ല, മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മളെപ്പോഴും താല്പര്യപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളെ ഏതാണ്ട് ഒരു വർഷക്കാലം അതുകൊണ്ട് ഞാൻ പറഞ്ഞ RCMൽ 3 Lന് വളരെ പ്രാധാന്യമുണ്ട്. ലീവ് യുവർ പാസ്റ്റ്. ഇത് എത്രയും നാൾ എന്താണോ സംഭവിച്ചത് അത് കഴിഞ്ഞു, അതിനെ വിട്ടുകളയുക. ലീവ് യുവർ പാസ്റ്റ്, നിങ്ങളുടെ പാസ്റ്റിനെ ലീവ് ചെയ്യുക, വിട്ടുകളയുക. ലവ് യുവർ പ്രസന്റ്, നിങ്ങളുടെ പ്രസന്റിനെ ഇഷ്ടപ്പെടാൻ പഠിക്കുക. ലവ് യുവർ പ്രസന്റ്, ഇന്നകളെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റണം, ഇന്നത്തെ എൻ്റെ ലൈഫ് ഇഷ്ടപ്പെടാൻ പറ്റണം. സോ ലവ് യുവർ പ്രസന്റ് ആൻഡ് ലുക്ക് ഫോർവേഡ് ടു യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ നോക്കുക. ലുക്ക് ഫോർവേഡ്, മുമ്പിലേക്ക് നോക്കുക. നമുക്ക് കണ്ണു തന്നിരിക്കുന്ന മുമ്പിലേക്ക് നോക്കാനാണ്, പുറകോട്ട് നോക്കാനല്ല. സോ ലുക്ക് ഫോർവേഡ് ടു യുവർ ഫ്യൂച്ചർ, ഫ്യൂച്ചറിലേക്ക് നോക്കുക. RCM എസൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാത്രമേ ശരിയാക്കത്തുള്ളൂ. നിങ്ങളുടെ പാസ്റ്റിൽ RCM ഒന്നും ചെയ്യില്ല, നിങ്ങളുടെ പ്രസന്റിലും RCM കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ, ആ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ബിസിനസ്സാണ്. ആ ഫ്യൂച്ചറിലേക്ക് എത്തണമെങ്കിലാണ് ഞാൻ പറഞ്ഞത്, മോട്ടിവേഷൻ ഉണ്ടാവണം, എഡ്യൂക്കേഷൻ ഉണ്ടാവണം, വിഷൻ ഉണ്ടാവണം. ഇത് 3ഉം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റിയാൽ യുവർ ഫ്യൂച്ചർ വിൽ ബി ബ്രൈറ്റ്. നിങ്ങൾ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് RCM തരും. നിങ്ങളുടെ മനസ്സിൽ നിരൂപിച്ചിട്ടില്ലാത്തൊരു ഫ്യൂച്ചർ RCM നിങ്ങൾക്ക് തരും. നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരും നേടിയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു ഫ്യൂച്ചർ RCM നിങ്ങൾക്ക് തരും. അത് നമുക്ക് മുമ്പേ RCMൽ വന്ന് RCMനെ ഫോളോ ചെയ്തവർ നേടിയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. RCMന്റെ 2023 ആനിവേഴ്സറി, RCMന്റെ 23 ആനിവേഴ്സറിയാണ് കഴിഞ്ഞ മാസം 27-ാം തീയതി. നമ്മുടെ കേരളത്തിൽ നിന്നും കുറേ ആൾക്കാർ പങ്കെടുത്തു. ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 20,000-ലധികം ആൾക്കാർ പങ്കെടുത്ത ഒരു അത്ഭുത ഒരു സമ്മേളനമാണ്, ഒരു കൂട്ടായ്മയായിരുന്നു ഡൽഹിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൊക്കെ നമ്മൾ പങ്കെടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തെപ്പറ്റി നമുക്ക് ഇത്രയധികം മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. RCM എന്താണ്, RCMന്റെ വലിയൊരു വിഷനെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. സോ ഇവിടെ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ലീവ് യുവർ പാസ്റ്റ്, ലവ് യുവർ പ്രസന്റ് ആൻഡ് ലുക്ക് ഫോർവേഡ് ടു യുവർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് പോവാം. അപ്പൊ 2023 ആനിവേഴ്സറി 27-ാം തീയതി നവംബറിലായിരുന്നു. അന്ന് അവിടെ വന്ന വിശിഷ്ട വ്യക്തികളിൽ ഒരാളായിരുന്നു, നമുക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് കൊഠാരി. ഏതാണ്ട് 750 രൂപയ്ക്കാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത് 2000-ൽ. ആ സമയത്താണ് അദ്ദേഹം RCM എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. 2000 മുതൽ അദ്ദേഹം RCMൽ വളരെ സജീവമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ RCM ആയിരുന്നു. 2023 ആനിവേഴ്സറിക്ക് മുമ്പ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഒരു വീട് പണിയണം. അപ്പം അങ്ങനെ വീട് പണിയുമ്പോൾ നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്ന ഒരു 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം, അങ്ങേയറ്റം 50 ലക്ഷം, അതിനപ്പുറം അല്ലെങ്കിൽ 1 കോടി. അതിന് മുകളിലേക്ക് പോയാൽ നമ്മുടെയൊക്കെ കൈയും കാലും ഒക്കെ വിറയ്ക്കും. 1 കോടി, 1.5 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കും സാധാരണ ഇതിൽ. കാരണം അങ്ങനെ ഒരു സാധാരണക്കാരൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന, ഒരു കാലത്ത് കേവലം 750 രൂപയ്ക്ക് ഒരു തുണിക്കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് 23 വർഷങ്ങൾക്ക് ഒരു തുണിക്കമ്പനിയിൽ കേവലം 750 രൂപയ്ക്ക് ഒരു ക്ലർക്കിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മുകേഷ് കൊഠാരി എന്ന വ്യക്തി കമ്പനിയുടെ 23-ാമത്തെ ആനിവേഴ്സറിക്ക് മുമ്പ് ഒരു തീരുമാനം മനസ്സിലെടുത്തു, എനിക്ക് ഒരു വീട് പണിയണം. പക്ഷേ അതൊരു സാധാരണ വീടല്ലായിരുന്നു. അതിന്റെ പാലുകാച്ചിലാണോ അവിടെ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഹൗസ് വാമിംഗ് പ്രോഗ്രാമിന്റെ വീഡിയോ ഞാൻ തന്നെ എൻ്റെ പല ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ വീടിന്റെ വാല്യൂ നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു വിലയാണ്. 25 കോടി രൂപയുടെ വീടാണ്. അപ്പം അദ്ദേഹത്തിന്റെ കൈയും കാലും വിറച്ചോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയും കാലും അത് പറിക്കും. ഇത്രയും വലിയ വീടോ, ഇത് വീടെന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ള വീടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം താമസിക്കുന്ന, അദ്ദേഹത്തിന്റെ പാലുകാച്ചിൽ നടന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് നടന്ന വീട് 25 crores വീടാണ്. RCMനെ 8-ാമത്തെയോ 9-ാമത്തെയോ 10-ാമത്തെയോ വിസ്മയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ കാരണം എന്താണ്? ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ RCM കൊണ്ടുവന്ന ഒരു മാറ്റം. 25 crores ഒരു വീട്.
ഒരു വീടിന് വേണ്ടി നമുക്കറിയാം, നമുക്കിടുന്ന സമ്പാദ്യം മുഴുവൻ നമ്മൾ ഒരു വീടിന് വേണ്ടി ചിലവാക്കത്തില്ല. മേ ബി ഒരു 25%, മേ ബി 20% നമ്മൾ നമ്മുടെ വീടിന് വേണ്ടി, ബാക്കിയൊക്കെ നമ്മുടെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലവാക്കുന്ന തുക ഒരു 20 കോടിയോ അല്ലെങ്കിൽ ഒരു 20% ഉള്ളൂ. അപ്പോൾ 20%, അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ ഒരു 20%, 25 കോടിയെങ്കിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം എന്തായിരിക്കും? നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ആർസ്യം എന്ന ഈ പ്രസ്ഥാനത്തിൽ കൂടി ഇത്രയും വലിയൊരു വീട് പണിയാൻ പറ്റിയെങ്കിൽ ഈ പ്രസ്ഥാനത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം, എങ്ങനെയാണ് കരുതേണ്ടത്? ഈ പ്രസ്ഥാനത്തെ, ഈ പ്രസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഇപ്പോഴുള്ള ബുദ്ധിയൊന്നും പോരാ, ഇതിനേക്കാൾ വലിയ ബുദ്ധി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആർസ്യം വരുന്ന 90% ആൾക്കാരും ആർസ്യം വിട്ടുപോകുന്നത്. കാരണം അവരുടെ ചിന്തയ്ക്കപ്പുറമാണ്. ഇത് നമുക്ക് ബോധ്യമാക്കി തന്ന വ്യക്തിത്വമാണ് ഡോക്ടർ കിരൺ ബേദി. അവർ പറഞ്ഞതാണ്, ആർസ്യമിന്റെ ഒരു സെഗ്മെന്റായ കീസോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇത്രയും വളരാൻ പറ്റുമെങ്കിൽ ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച എന്താണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വളരെ പ്രാഗൽഭ്യവതിയായ, വളരെയധികം മാനിക്കപ്പെടുന്ന, ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ശ്രീരത്നങ്ങൾ ഏറ്റവും പ്രധാനം, ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ IPS ഓഫീസറാണ് കിരൺ ബേദി. അവർ പറഞ്ഞതാണ്, കീസോൾ എന്നൊരു സെഗ്മെന്റിന് ഇന്ത്യൻ സ്ത്രീകളിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ പറ്റുമെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് എന്ത് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെയും ചിന്തയ്ക്കപ്പുറമാണ് ആർസ്യമിന്റെ ഒരു സെഗ്മെന്റ്. ആർസ്യമിൽ നമ്മൾ പറയാറുണ്ട് 10-13 സെഗ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ആർസ്യമിന്റെ ഒരു വ്യാപ്തി. അപ്പൊ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവനിയോഗം കൊണ്ടാണ് നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ പറ്റിയത് തന്നെ. സത്യം പറഞ്ഞാൽ ഒരു വലിയ ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട്. ഈശ്വരന്റെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് നമ്മളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും ഈ പ്രസ്ഥാനത്തെ നമ്മളെ നിലനിർത്താനും. പ്രസ്ഥാനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രസ്ഥാനത്തിലേക്ക് വരാൻ ആർക്കും പറ്റും, പക്ഷെ അവിടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആർസ്യം നിലനിൽക്കണമെങ്കിൽ നമ്മളൊരു പ്രിൻസിപ്പിൾ പഠിക്കണം. ആ പ്രിൻസിപ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള 787 പ്രിൻസിപ്പിൾ. എത്ര പേര് കേട്ടിട്ടുണ്ടെന്നില്ല? 787 പ്രിൻസിപ്പിൾ എന്നാ പറയുക. അതിനകത്ത് ചില അക്കങ്ങൾ നമ്മൾ 7 കേട്ടിട്ടുണ്ട്, 8 കേട്ടിട്ടുണ്ട്, 6 കേട്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ആർക്കെങ്കിലും അറിയാമെന്ന് എനിക്കറിയത്തില്ല. 786 പ്രിൻസിപ്പിൾ എന്താണ്? അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഒരു ജനറൽ നോളജ് 31-ാം തീയതി ഉച്ചയ്ക്കുള്ള ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. 786 പ്രിൻസിപ്പിൾ ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ എഴുതുകയോ പറയുകയോ കൈവെക്കുകയോ എന്ത് കഴിഞ്ഞാലും നമുക്ക് നോക്കാം. എന്താണ് 786 പ്രിൻസിപ്പിൾ? 101 പേര് ഈ പ്രോഗ്രാമിലുണ്ട്, ഞാൻ ഉൾപ്പെടെയാണ്. അപ്പോൾ 100 പേർക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുകയാണ്. വാട്ട് ഈസ് 786 പ്രിൻസിപ്പിൾ? ആർക്കും അറിയില്ല? 786 ഞാൻ പറയാം, ആർക്കും പറയാൻ. യെസ്, ജിഷ ഗരീഷ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 21 റൂൾസ്. അത് തന്നെ, 7 കാർഡിനൽ റൂൾസ്, 8 കോർ സ്റ്റെപ്സ് ആൻഡ് 6 ബേസിക്സ്. അതാണ് 787 റൂൾസ് എന്ന് പറയുന്നത്. വളരെ കറക്റ്റായിട്ട് പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചാണ് ആൾക്കാർ കേൾക്കുന്നത്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ 7 കാർഡിനൽ റൂൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 8 കോർ സ്റ്റെപ്സ് ആൻഡ് 6 ബേസിക്സ്. ഈ ടോട്ടൽ 21 റൂൾസ് ആണ് ഒരു വ്യക്തിയെ ആർസ്യം നിലനിർത്തുന്നത്. ഇത് പഠിക്കാത്തവരാണ് ആർസ്യം വിട്ടുപോകുന്നത്. ഇത് പഠിക്കാനും മെനക്കെടാൻ ആൾക്കാർക്ക് സമയമില്ല. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകണം, പെട്ടെന്ന് എന്തെങ്കിലും കിട്ടണം. കിട്ടില്ല, കിട്ടാൻ പോകുന്നില്ല. കിട്ടുമായിരുന്നെങ്കിൽ ഇവരെല്ലാം ആർസ്യമിൽ നിൽക്കുമായിരുന്നല്ലോ. ആർസ്യമിൽ വന്നതിൽ 90% ആൾക്കാരും പുറത്തേക്കുള്ള വഴി പെട്ടെന്ന് കണ്ടെത്തിയവരാണ്. കാരണം എന്താണ്? അവർക്കിത് പഠിക്കാൻ സമയമില്ല, അവർക്കിത് പഠിക്കാൻ താല്പര്യമില്ല. അവർക്ക് വേണ്ടത് പെട്ടെന്ന് കിട്ടണം. കാരണം എന്താണ്? അവർ വിചാരിച്ചത് ഒരു നെറ്റ്വർക്ക് ബിസിനസ് അല്ലേ, ഈ ബിസിനസ്സിൽ കൂടി പെട്ടെന്ന് എന്തോ കിട്ടുമെന്ന് ഓടി വന്നു, എന്തൊക്കെയോ കാണിച്ചു, കുറെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു, കുറെ ആൾക്കാരെ നെഗറ്റീവാക്കി, കുറെ ആൾക്കാരെ അവിടുന്ന് പിടിച്ച് ഇങ്ങോട്ട് ചോദിച്ചിപ്പിച്ച് ആ പാടെ ഒരു വെപ്രാളം അവസാനം ചെയ്തു, എല്ലാം ഇട്ടെറിഞ്ഞ് അവർ പോയി. അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് 786 പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയില്ല. അവർ പഠിക്കാൻ ശ്രമിച്ചില്ല, അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അത് മനസ്സിലാക്കി അവർ ഈ സിസ്റ്റത്തിൽ നിലനിൽക്കും. അവര് ആർസ്യമിന്റെ ഏറ്റവും വലിയ ഔന്നത്യങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് ആർസ്യമിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ. ഈ റൂൾസ് ഒക്കെ ഇത്രയും വ്യക്തമായ റൂൾസ്, ഇത്രയും വ്യക്തമായ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇനി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനും ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാനും ഈ പ്രസ്ഥാനത്തെപ്പറ്റിയുള്ള അറിവ് നേടാനും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കാനും ഈ പ്രസ്ഥാനത്തെ ഉള്ളിലാക്കാനും നമുക്ക് പറ്റിയെങ്കിൽ അത് തീർച്ചയായിട്ടും ഈശ്വര നിയോഗം കൊണ്ട് മാത്രമാണ്. ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ പറ്റും. ആർസ്യമിൽ ആദ്യം നമ്മൾ ആരായിട്ട് മാറണം?
ഒരു അഗ്രസീവ് ലീഡറായിട്ട് മാറുന്നത്. അഗ്രസീവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. കാരണം ലീഡേഴ്സ് 5 തരം ലീഡേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. 5 തരം ലീഡേഴ്സ് ഉണ്ട്. അത് 5 ഞാൻ പറയാം. ഒന്നൊരു സൈലന്റ് ലീഡറാണ്, രണ്ടാമത്തെ പറഞ്ഞ സാറ്റിസ്ഫൈഡ് ലീഡറാണ്, മൂന്നാമത്തെ ആക്റ്റീവ് ലീഡറാണ്, നാലാമത്തെ പോസിറ്റീവ് ലീഡറാണ്, അഞ്ചാമത്തെ ആളാണ് അഗ്രസീവ് ലീഡർ. ഈ അഗ്രസീവ് ലീഡറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ സജീവമായ ശക്തമായ നിലനിൽക്കുന്നത്. അവരൊക്കെയാണ് ആർസിഎം വിജയിക്കാൻ പോകുന്നത്. അപ്പൊ ലീഡറായി മാറുക എന്നുള്ള അഗ്രസീവായിട്ട് ആർസിഎം ബിസിനസ് ആരാണോ ചെയ്യുന്നത് അവരൊക്കെ ആർസിഎമ്മിന്റെ വലിയ വലിയ ലീഡേഴ്സ് ആയിട്ട് മാറും. ഈ ബിസിനസിനെ പറ്റി നമുക്കൊക്കെ അറിയാം. നമ്മളെല്ലാം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരാണ്, ആർസിഎമ്മിൽ വിജയിക്കുന്നത് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ബിസിനസ്സിന്റെ പ്രത്യേകത നമ്മൾ പറയാണ്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ്. വളരെ കറക്റ്റായ കാര്യമാണ്, ഡയറക്ട് സെല്ലിംഗ് ആണ്. കാരണം എന്താണ്, ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്ത ബിസിനസ്സാണ്. ഇതറിയത്തില്ലാത്ത ആരില്ല. ആർസിഎം വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ആണ്. പക്ഷേ ഇഷ്ടംപോലെ കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നും ഈ കമ്പനിയുടെ പ്രത്യേകത, ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ്. അത് വളരെ പ്രസക്തമായ ഒരു കാരണം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, മണിച്ചൻ അല്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, MLM എന്നാ പറയുക. MLM എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റ്. പക്ഷെ അതിന് മലയാളമുണ്ട്. എത്ര പേർക്ക് അറിയാതെ എനിക്കത്തില്ല, MLM മലയാളമുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മലയാളത്തിൽ പറയുന്നത് മഹാലക്ഷ്മി മന്ത്രം എന്നാണ്. മഹാലക്ഷ്മി മന്ത്രം, MLM. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം പണമായിട്ട് ബന്ധപ്പെട്ട്. പണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സംവിധാനമാണ് മഹാലക്ഷ്മി മന്ത്രം. ഒരു വലിയ മന്ത്രമാണ് മഹാലക്ഷ്മി. പണത്തെ ആഗ്രഹിക്കാനുള്ള, അല്ലെ പക്ഷെ പണം ഉണ്ടാക്കാനുള്ള വലിയൊരു മന്ത്രമാണ് ശരിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, മഹാലക്ഷ്മി മന്ത്രം. അപ്പോൾ MLM ആണ്. MLത്തിൽ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ക്രിയേറ്റ് എ ടീം. അത് വളരെ പ്രസക്തമായ ടീം എന്ന് പറഞ്ഞാൽ ടുഗദർ എവരിവൺ അച്ചീവ് മോർ. ടുഗദർ, ഒന്നിച്ച് നിന്ന് നേടണം. ഭിന്നിച്ച് നിന്നല്ല നേടേണ്ടത്, ഒന്നിച്ച് നേടണം. അപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതിന്റെ ഡിസൈൻ എന്താണ് നമ്മൾ ആദ്യം പഠിക്കണം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഡിസൈൻ എന്താണെന്ന് പഠിക്കണം. ഇത് പഠിക്കാത്തതുകൊണ്ടാണ് ഭിന്നിച്ച് നിൽക്കുന്നത്. ഭിന്നിച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ നേട്ടങ്ങളില്ല. കാരണം ടുഗദർ എവരിവൺ അച്ചീവ് മോർ എന്നാണ്. ടുഗദർ, ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പല മീറ്റിങ്ങുകളിലും പറയാറുണ്ട്. ഈ കേരള സൂമിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കയ്യാല കെട്ടുകാരൻ്റെ, ഒരു മതിൽ കെട്ടുകാരൻ്റെ വൈദഗ്ധ്യമാണ് ഒരു ലീഡർ ആർസിഎം നേടിയെടുക്കും. ആർസിഎമ്മിന്റെ ലീഡറിന്റെ വൈദഗ്ധ്യം, പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ തന്നെ, ഞങ്ങളിവിടെ കയ്യാല എന്ന് പറയുന്നത്, ചിലടത്ത് മതിലെന്ന് പറയും. ഒരു കയ്യാല കെട്ടുകാരൻ്റെ വൈദഗ്ധ്യം, പ്രാവീണ്യം നേടണം ഒരു ലീഡർ ആർസിഎമ്മിന്റെ. എന്താണ് കയ്യാല കെട്ടുകാരൻ്റെ വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമുക്ക് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ സ്ഥലത്ത് നമുക്കൊരു കയ്യാല കെട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു ലോഡ് കല്ല് കൊണ്ടവിടും. കല്ല് നമുക്കറിയാം, കരിങ്കല്ല് കൊണ്ടിടും. അത് പല തരത്തിലുള്ളതാണ്. അതിൻ്റെ അത് ഷേപ്പ് ഉള്ളതുണ്ടാകും, ഷേപ്പ് ഇല്ലാത്ത കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിയതും മുറിഞ്ഞതും ഒക്കെ ഇഷ്ടംപോലെ കാണും. ഇത് കൊണ്ട് ഇട്ടിട്ട് നമ്മളൊരു കയ്യാല കെട്ടുകാരനെ വിളിച്ചാൽ അദ്ദേഹം രാവിലെ വന്ന് എന്താ ചെയ്യുക? കയ്യാലയുടെ അടുത്ത് എവിടെയാണ് കയ്യാല കെട്ടണമെന്ന് ചോദിക്കുക. എന്നിട്ട് അദ്ദേഹം ആ കല്ലുകളെല്ലാം ഒന്ന് നോക്കും. അതിൽ നിന്ന് ഒരു കല്ലാണ് അദ്ദേഹം ആദ്യം എടുക്കുക. അത് ചിലപ്പോൾ ഷേപ്പ് ഉള്ളതാകാം, ഷേപ്പ് ഇല്ലാത്തതാകാം, അല്ലെങ്കിൽ ഷേപ്പ് വരുത്തിയതായിരിക്കാം. അതിനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യും? ഓരോ കല്ലായിട്ട് അതിൻ്റെ പുറകെ ഓരോ കല്ലായിട്ട് വെക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ ഒരു കല്ല് പോലും ശേഷിക്കത്തില്ല. മുഴുവൻ കല്ലും അത് എവിടെയെങ്കിലുമൊക്കെ കുത്തി തിരുകിയൊക്കെ കറക്റ്റായിട്ട് വെച്ചിരിക്കും. അവസാനം എല്ലാം തീർത്തിരിക്കും. അതിനകത്ത് അപ്പം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഷേപ്പ് ഉള്ളതുണ്ടായിരുന്നു, ഷേപ്പ് ഇല്ലാത്തതുണ്ടായിരുന്നു, പലതരത്തിലുള്ള കല്ലാണ്. പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്തത്? അതിനെല്ലാം കൂടെ അതിനെ എവിടെയൊക്കെ ഫിറ്റ് ചെയ്യാം അവിടെ എല്ലാം ഫിറ്റ് ചെയ്തു. ഒരു കല്ലും അത് എടുത്ത് കളഞ്ഞില്ല. ഈ കല്ല് ഷേപ്പ് ഇല്ലാത്തതാണ് എന്നും പറഞ്ഞ് ഒരു കല്ലും അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാകത്തില്ല. അദ്ദേഹം ആ കല്ലുകൾ ഓരോന്നും അതിൻ്റെ പൊസിഷനിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് വിചാരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടലുണ്ടായാൽ, 1-2 കല്ല് പുറത്തേക്ക് വീണാക്കാം, അതിലിടിഞ്ഞു പോയാൽ, ഒരിക്കലും ആ കയ്യാല കെട്ടുകാരൻ കല്ലിനെ കുറ്റം പറയില്ല. അദ്ദേഹം പറയും, എൻ്റെ കുഴപ്പമാണ്, കല്ലിൻ്റെ കുഴപ്പമല്ല അത്. ഒരിക്കലും അദ്ദേഹം കല്ലുകളെ പഴി ചാരാറില്ല. കാരണം അദ്ദേഹത്തിനറിയാം ഞാൻ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടിയ കല്ലുകളെല്ലാം പലതരത്തിലുള്ള കല്ല്. അദ്ദേഹത്തിന് അറിയാം. ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിൽ. നമ്മുടെ മുമ്പിൽ അനേകം ആൾക്കാരെ നമുക്ക് കിട്ടും. ഞാൻ കൊണ്ടുവന്ന ആൾക്കാർ കാണും, എൻ്റെ അപ്ലൈൻ തന്ന ആൾക്കാരുണ്ടാകും, എൻ്റെ ടീമിൽ തന്നവരൊക്കെ ഉണ്ടാവും. പലതരത്തിലുള്ള മക്കൾ, പല അച്ഛനമ്മമാർക്ക് ജനിച്ച പല സ്വഭാവക്കാരായ ധാരാളം ആൾക്കാർ എൻ്റെ ടീമിൽ വരും. ഇവരെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ട് അല്ലെ എനിക്ക് വേണമെന്ന് പറഞ്ഞ കല്ലുപോലെ അല്ല ഇത് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ ടീമിൽ വന്നവരാണ് പല സ്വഭാവക്കാര്, പലതരത്തിലുള്ള ആൾക്കാർ. ഇവരെ എങ്ങനെ എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് ഒരു ഡയറക്ട് സെല്ലറിലെ ലീഡർ പഠിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു കയ്യാല കെട്ടുകാരൻ്റെ പ്രാഗൽഭ്യം പോലും ഉണ്ടാകത്തില്ല. പലപ്പോഴും നമ്മൾ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, സാറേ എൻ്റെ ബിസിനസ് വളരുന്നില്ല. അതിന് കാരണം എന്താണ്? എനിക്ക് കിട്ടിയ അപ്ലൈൻ ശരിയല്ല. അപ്ലൈനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ടായിരുന്നോ? നമുക്കില്ലായിരുന്നു. അപ്ലൈൻ എവിടെയാണോ നമ്മളെ ഫിറ്റ് ചെയ്തത് അവിടെ നിൽക്കുക.
അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അപ്ലൈൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്ലൈന് ഇഷ്ടമുള്ളിടത്ത് നിങ്ങളെ ഫിറ്റ് ചെയ്തു, അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ അവകാശമാണ് നമ്മളെവിടെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളോട് ചോദിച്ചിട്ടല്ല നമ്മളെ ഫിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ടീമിൽ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ കൂടെ നിർത്തി അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡറുടെ ജോലി. ബിസിനസ് കുറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാണ്ട് എൻ്റെ കൂടെ വന്നവരൊന്നും ശരിയല്ല, ഞാൻ അവരോട് പറഞ്ഞ് അവർ ചെയ്യുന്നില്ല, അവരുടെ പുറകെ ഞാൻ ഒത്തിരി നടന്നു, അവരെ വിളിച്ചു, അവരുടെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തു, പക്ഷെ അവരൊന്നും ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ ബിസിനസ് ശരിയാകാത്തതെന്നാണ് പലപ്പോഴും എന്ന്. പക്ഷെ ഒരു കയ്യാല കെട്ടുകാരൻ ഒരിക്കലും കല്ലുകളെ കുറ്റം പറയാറില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ കുറവ്, എൻ്റെ വൈദഗ്ധ്യക്കുറവാണ്, അല്ലേ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ ഒരു സാധാരണ കയ്യാലക്കെട്ടുകാരൻ്റെ പ്രാവീണ്യം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ആർസിഎമ്മിൻ്റെ ചില ലീഡേഴ്സ്. അവരിങ്ങനെ കല്ലിനെ കുറ്റം പറയുന്നത് പോലെ നമ്മുടെ ടീമിൽ വന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റിയാൽ യു വിൽ ബി എ സക്സസ്ഫുൾ ലീഡർ. നാളെ നിങ്ങളൊരു സക്സസ്ഫുൾ ആയ ലീഡറായിട്ട് മാറും, ഒരു സംശയമില്ല. ആ പ്രാവീണ്യമെങ്കിലും മിനിമം വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു കയ്യാല കെട്ടുകാരുണ്ടാകുന്ന ഒരു സാധാരണ അറിവെങ്കിലും ആർസിഎമ്മിൻ്റെ ഒരു ലീഡർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അഗ്രസീവ് ലീഡറായിട്ട് മാറണം. ടീമിനെ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, എവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവെന്താണെന്ന് കണ്ടെത്തി ആ കഴിവിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു ലീഡർക്ക് പറ്റിയാൽ ആ ലീഡർ ആർസിഎമ്മിൻ്റെ ഒരു അസറ്റായിട്ട് മാറും. ആർസിഎമ്മിൻ്റെ ഒരു അസറ്റായിട്ട് മാറുന്ന അങ്ങനെ ലീഡേഴ്സാണ്. അവരുടെ ബിസിനസ്സാണ് നിലനിൽക്കുന്നത്. അവർ അങ്ങനെ പ്രാവീണ്യം നേടണമെങ്കിൽ ദേ മസ്റ്റ് ലേൺ. എന്ത് ലേൺ ചെയ്യണം? 6 ബേസിക്സ് പഠിക്കണം, 7 കോർഡിനൽ റൂൾസ് പഠിക്കണം, 8 കോർ സ്റ്റെപ്സ് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമൊന്നുമില്ല, അതിൻ്റെ അകത്തൊന്നുമില്ല, അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആർസിഎമ്മിൻ്റെ സകലതുമായ 21 ഗോൾഡൻ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒരു ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ആർസിഎമ്മിൽ സക്സസ് ആകാൻ പറ്റും. അപ്പോൾ ആർസിഎമ്മിൽ സക്സസ് ആണെങ്കിൽ 5 എഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 Fs ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡയറക്ട് സെല്ലിംഗ്. എന്താണ് ഒന്നാമത്തെ എഫ്? ഫൈൻഡ് യുവർ പർപ്പസ്. നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങൾ ആർസിഎമ്മിൽ വന്നതിൻ്റെ പർപ്പസ് എന്താണ്? യു ഷുഡ് ഹാവ് എ പർപ്പസ്. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാകണം. അത് ഫൈൻഡ് ഔട്ട് യുവർ പർപ്പസ്. നിങ്ങൾ ആർസിഎമ്മിൽ വന്നതിൻ്റെ പർപ്പസ് എന്താണ്? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആർസിഎമ്മിൽ നിലനിൽക്കുന്നത്? അത് എഴുതി വെക്കുക. നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ആർസിഎമ്മിൽ നിലനിൽക്കുന്നത്? ഫൈൻഡ് യുവർ പർപ്പസ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ എന്തിനാണ് ഈ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നത്? ഫൈൻഡ് യുവർ പർപ്പസ്. ദാറ്റ് ഈസ് ദ നമ്പർ 1 F. രണ്ടാമത്തേതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോർഗെറ്റ് യുവർ പാസ്റ്റ്. ഇതിനു മുമ്പ് സംഭവിച്ചത് എന്താണെന്ന് നോക്കണ്ട. നിങ്ങളുടെ ബിസിനസ് കൂടിയിരുന്നോ പ്രശ്നമില്ല, കുറഞ്ഞിരുന്നോ പ്രശ്നമില്ല, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വളരാൻ പ്രശ്നമില്ല, ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഫോർഗെറ്റ് യുവർ പാസ്റ്റ്. നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ ഫോർഗെറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് ഇന്നലെ വരെ എന്ത് സംഭവിച്ചു? 2023 ഡിസംബർ മാസം 30 വരെ എന്ത് സംഭവിച്ചു? ഫോർഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടോ ഇല്ലയോ? ഒന്നുമില്ല. സ്റ്റാർട്ട് ന്യൂ. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർഗെറ്റ് യുവർ പാസ്റ്റ്, ഫോക്കസ് ഓൺ യുവർ പ്രസന്റ്. നിങ്ങളുടെ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക. മൂന്നാമത്തെ F ആണ് ഫോക്കസ് ഓൺ യുവർ പ്രസന്റ്. നിങ്ങളുടെ പ്രസന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസന്റിൽ ഫോക്കസ് ചെയ്താൽ ഫ്യൂച്ചർ നല്ലതായിരിക്കും, ഒരു സംശയമില്ല. ദെൻ ഫോർത്ത് വൺ ഈസ് ഫ്യൂവൽ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഫ്യൂവൽ ആക്കുക. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അതിനെ ഫ്യൂവൽ യുവർ ഫ്യൂച്ചർ എന്ന് പറയും. അഞ്ചാമത്തെ ഫ്യൂവൽ, FUEL, ഫ്യൂവൽ യുവർ ഫ്യൂച്ചർ. ഈ 4 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫൈൻഡ് യുവർ പർപ്പസ്, ഫോർഗെറ്റ് യുവർ പാസ്റ്റ്, ഫോക്കസ് ഓൺ യുവർ പ്രസന്റ് ആൻഡ് ഫ്യൂവൽ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുക എന്നുള്ളത്. ഫ്യൂച്ചർ ഈ ബിസിനസ് തന്നെ ഫ്യൂച്ചറിന്റെ ബിസിനസ്സാണ്. എന്തായാലും ആർസിഎം ബിസിനസ്സിൽ 4 F ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് വാച്ച് വാട്ട് യു ആർ ഡൂയിങ് നൗ. നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത് നോക്കുക. വാച്ച് വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇപ്പോൾ എന്താണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ? അതറിയണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം വാച്ച് ചെയ്യണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സിസ്റ്റം പറയുന്നത് പോലെയാണ് ഈ ബിസിനസ് നിങ്ങൾ നിൽക്കുന്നത്? പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് 100% ഉപയോഗിക്കണം. യൂസ് ദ പ്രൊഡക്റ്റ്. ആർസിഎം വിജയിക്കാനുള്ള ഫസ്റ്റ് മന്ത്രമാണ് യൂസ് ദ പ്രൊഡക്ട്സ്. യൂസ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. യൂസ് ദ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. 100% ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റ് പോലും ആർസിഎമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ആർസിഎമ്മിൽ ഏതാണ്ട് 4500ഓളം പ്രൊഡക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചില പ്രൊഡക്റ്റ് ഉണ്ടാകും, പക്ഷേ എൻ്റെ വൈഫിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും, എൻ്റെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ശീലം കൊണ്ടുവരണം. ഇറ്റ്സ് എ ഹാബിറ്റ്. ചെറിയ ഹാബിറ്റുകളാണ് വലിയ റിസൾട്ട് തരുന്നത്. ചെറിയ ഹാബിറ്റ്,
സ്മോൾ ഹാബിറ്റ്സ് ആൻഡ് കൺസിസ്റ്റൻസി ഗീവ്സ് ഗുഡ് റിസൾട്ട്, ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞത്. സ്മോൾ ഹാബിറ്റ്സ് ആൻഡ് കൺസിസ്റ്റൻസി, തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. എന്ത് ചെറിയ കാര്യം തുടർച്ചയായിട്ട് ചെയ്തോളൂ, അത് വലിയ റിസൾട്ട് തരും. ചെറിയ കാര്യം, നിങ്ങൾ ഇന്നൊരു 10 രൂപ സേവ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. അല്ല വേണ്ട, നാളെ മുതൽ നാളെ ജനുവരി 1-ാം തീയതിയാണ്, നാളെ മുതൽ 10 രൂപ സേവ് ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും 10 രൂപ സേവ് ചെയ്തിടും. അടുത്ത വർഷം ഡിസംബർ 31-ാം തീയതി കഴിഞ്ഞ് ജനുവരി മാസം 1-ാം തീയതി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സേവ് ചെയ്ത തുക നോക്കുമ്പോൾ അത് 3650 രൂപ കാണും. വെറും 10 രൂപ നിങ്ങൾക്ക് ഒരു സേവ് ചെയ്യാൻ പറ്റിയാൽ, ചെറിയൊരു ഹാബിറ്റ് തുടങ്ങി. എന്താണ്? ഒരു ദിവസം 10 രൂപ. വളരെ നിസ്സാര തുകയാണ് ഒരു ദിവസം 10 രൂപ. പക്ഷേ 365 ദിവസം, ഒരു വർഷം 365 ദിവസവും നിങ്ങൾ 10 രൂപ സേവ് ചെയ്താൽ അത് വലിയൊരു തുകയായിട്ട് മാറും. 3650 രൂപ ആയിട്ട് മാറും. നിങ്ങൾ ഒരു ദിവസം 1 മൈല്, 1 കിലോമീറ്റർ ഓടിയാൽ, ഒരു ദിവസം 1 കിലോമീറ്റർ നടക്കുകയോ ഓടുകയോ ചെയ്തിട്ട് 1 കിലോമീറ്റർ ഒരു ദിവസം നടന്നാൽ അല്ലെങ്കിൽ ഓടിയാൽ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ 3650 കിലോമീറ്റർ താണ്ടിയിരിക്കും. നിങ്ങൾക്കുള്ളൂ, തുടക്കം ചെറിയൊരു നമ്പറിലാണ്. ഒരു ചെറിയ തുടക്കങ്ങൾ, ചെറിയ ഹാബിറ്റുകൾ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് വലിയ റിസൾട്ട് ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞത്, ഒരു ദിവസം 1 കിലോമീറ്റർ നിങ്ങൾ നടന്നാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ 365 കിലോമീറ്റർ നടന്നിരിക്കും. 365 കിലോമീറ്റർ നോക്കി എത്ര ദൂരമാണ് ആലോചിക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ അപ്പോൾ ദിവസവും ചെയ്യാം. നിങ്ങൾ ഒരു ദിവസം ഒരു 30 പേജ് വായിച്ചാൽ എത്ര പേജുകളായിരിക്കും ഒരു വർഷം കൊണ്ട് നിങ്ങൾ വായിച്ചു തീർക്കുക. അപ്പോൾ ചെറിയ കാര്യങ്ങൾ വലിയ റിസൾട്ട്. നമ്മൾ പറയാറുണ്ട്, നിങ്ങളൊരു പാറക്കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റിക ഇട്ടടിക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ ദിവസം അത് പൊട്ടില്ല, 2-ാമത്തെ ദിവസം പൊട്ടണമെന്നില്ല, 3-ാമത്തെ ദിവസം പൊട്ടണമെന്നില്ല. പക്ഷേ 100-ാമത്തെ ദിവസം അത് പൊട്ടും, അല്ലെങ്കിൽ 110-ാമത്തെ ദിവസം പൊട്ടിയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? തുടർച്ചയായിട്ട് നിങ്ങളത് ചെയ്തുകൊണ്ട് ആദ്യത്തെ ദിവസം ആ കല്ലിൽ ആ ചുറ്റിക കൊണ്ടുള്ള അടി എന്ത് ക്ഷതമേൽപ്പിച്ചെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. 2-ാമത്തെ ദിവസം അത് എന്ത് ചെയ്തു നമുക്ക് കാണാൻ പറ്റത്തില്ല. 3-ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു നോക്കാം. പക്ഷേ 110-ാമത്തെ ദിവസം വരെ 100-ാമത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പാറ പൊട്ടി പിളർന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേത് അടിയാണ് ആ പാറ പൊട്ടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അതിലേറ്റ 101 അടി അല്ലെങ്കിൽ 100 അടിയും അതിൽ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് 101-ാമത് നമുക്ക് കിട്ടിയത്. അപ്പം തുടർച്ചയായിട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതാണ് തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പം തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഒരു ഹാബിറ്റാക്കി നമുക്ക് മാറ്റാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് വലിയ റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കും. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി പർച്ചേസിന് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാട്സാപ്പുകളിൽ പ്രളയമായിരുന്നു. 5000 രൂപ ഫ്രീ പ്രൊഡക്ട്സ്, 10000 രൂപ ഫ്രീ പ്രൊഡക്ട്സ്, 2500 ഫ്രീ പ്രൊഡക്ട്സ്. ആൾക്കാരങ്ങനെ ആനന്ദത്തിൽ ആറാടുകയായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ ഫ്രീ ആയിട്ട് കിട്ടുക ജീവിതത്തിൽ ഒരിക്കലും ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത ഒരു സുഖമാണ്, ഒരു സന്തോഷമാണ്. പലരുടെയും ലക്ഷങ്ങൾ രൂപ അക്കൗണ്ടിൽ വരുന്ന, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഞാൻ RCMലെ സ്റ്റാർ എമറാൾഡാണ്. കിട്ടുന്ന വരുമാനം നിങ്ങൾക്കൊക്കെ ഏകദേശം അറിയാം. പക്ഷേ എനിക്കും കിട്ടി 20,000 രൂപ എൻ്റെ വീട്ടിലേക്ക്, 20,000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് എൻ്റെ വീട്ടിലേക്ക് കിട്ടി. കാരണം എനിക്ക് കിട്ടി 5000 + 5000 10000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടി. ജെമിനിക്ക് കിട്ടി 5000 + 5000 10000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ്. 20,000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് ആണ് ഈ മാസം എൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നതിലെ വന്നത്. 10,000 + 10,000 20,000 ഫ്രീ പ്രൊഡക്ട്സ്. ഇതിനു മുമ്പ് അങ്ങനെ കിട്ടിയിട്ടില്ല. 20,000 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു RCMയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണെങ്കിൽ പോലും അത് തരുന്ന ഒരു സന്തോഷം, അത് തരുന്ന ഒരു എനർജി, അത് തരുന്ന ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. കാരണം നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു നിർവൃതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മളെയും ആരൊക്കെയോ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ നമ്മളെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളെ അംഗീകരിച്ച ഒരു സമൂഹം, നമ്മളെ അംഗീകരിക്കുന്ന ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ നമുക്ക് തരികയാണ്. തീർച്ചയായിട്ടും കൺസിസ്റ്റൻസിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൺസിസ്റ്റൻസി. സോ നമ്മുടെ ടീമിൽ കൺസിസ്റ്റൻസി പർച്ചേസിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. എന്താണത്? ധാരാളം ആൾക്കാർക്ക് കൺസിസ്റ്റൻസിയുടെ കൊണ്ട് സന്തോഷം, നമ്മുടെ ടീമിലൊക്കെ വലിയ ഉത്സാഹം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൺസിസ്റ്റൻസിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. വലിയൊരു പ്രാധാന്യം കൺസിസ്റ്റൻസിക്ക് നമ്മൾ നമ്മുടെ ടീമിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. സോ യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഡെയിലി റൂട്ടീൻ. നിങ്ങൾ ഡെയിലി ചെയ്യുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് മാറാൻ പോകുന്നത്. യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡെയിലി റൂട്ടീൻ. നിങ്ങൾ ഡെയിലി എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് വരുത്താൻ പോകുന്നത്. സോ ഡെയിലി ആക്ടിവിറ്റീസ് ഈസ് വളരെ വളരെ പ്രധാനമാണ്. കാരണം നമുക്കറിയാം, ജോലിക്ക് പോകുന്ന ഒരാൾ 30 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ജോലിക്ക് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് വരുമാനം കിട്ടത്തുള്ളൂ. കൃഷി ചെയ്യുന്നയാൾ എല്ലാ ദിവസവും കൃഷിക്ക് പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. RCMൽ അത് തന്നെയാണ്. RCMൽ വരുന്ന ഒരാൾ ഡെയിലി റൂട്ടീൻ ഉണ്ടാകണം. ഡെയിലി റൂട്ടീൻ, രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ കിടക്കുന്ന സമയം വരെ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം
അതിന് ഏറ്റവും നല്ലൊരു ഡയറി എടുക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ പ്രോഗ്രാം എന്താണ്, ഇന്ന് ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഴുതുക. രാത്രി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കുന്നു ഉറപ്പാക്കുക. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് RCMന്റെ ഡയറി ഉണ്ട്, ന്യൂട്രിചാർജ് ഡയറി എന്നിട്ടുണ്ട്. അതിൽ ഇന്നത്തെ ആക്ടിവിറ്റീസ് എഴുതുക. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ചെറിയ ടാർഗറ്റ് എടുക്കാം, വലിയ ടാർഗറ്റ് എടുക്കാം. വളരെ സിമ്പിളാണ്. ഒരു 100 PV ഞാനിന്ന് ചെയ്യുമെന്ന്, 100 PV, ഒരാട്ട വിറ്റാൽ, ഒരു എണ്ണ വിറ്റാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും 2 ഉൽപ്പന്നം വിറ്റാൽ 100 PV ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ 100 PV ചെല്ലും, അല്ലെങ്കിൽ ഞാൻ 1000 PV ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഒരാളെ RCM പറഞ്ഞ് കേൾപ്പിക്കും. എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഇന്ന് ചെയ്യുമെന്നൊരു ഡയറിയിൽ എഴുതുക. എന്നിട്ട് വൈകുന്നേരം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് പവർ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരു ദിവസം 100 PV ചെയ്യാൻ ആഗ്രഹിച്ചാൽ 30 ദിവസം കൊണ്ട് എത്ര PV വരുമെന്ന് ആലോചിച്ചോളൂ. നിങ്ങൾ ഒരു ദിവസം 1000 PV ചെയ്യാൻ തീരുമാനിച്ചാൽ 30 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന PV എത്രയാണെന്ന് നോക്കൂ. ചെറിയ കാര്യമല്ല ഈ പവർ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത്, ചെറിയ കാര്യമല്ല. TCG വളരെ ബുദ്ധിപൂർവമാണ്, വളരെ ബുദ്ധിയോടുകൂടിയാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും TCG അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ പവർ ഓഫ് കൺസിസ്റ്റൻസി എത്ര വലുതാണെന്ന് അദ്ദേഹം നമുക്ക് ബോധ്യമാക്കി തന്നു. അതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൺസിസ്റ്റൻസി പർച്ചേസിനാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ് പ്ലാന്റെ ഭാഗമായിരിക്കുകയാണ്. അതുകൊണ്ട് എവറി 6 മന്ത്സ് ഇത് കിട്ടും. ഇത് നാളെ നിർത്താൻ പോകുന്ന പരിപാടിയല്ല, കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബിസിനസ് പ്ലാന്റെ ഭാഗമായതുകൊണ്ട് നാളെ ഇത് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എവറി സിക്സ് മന്ത്സ് നമുക്ക് ഈ കൺസിസ്റ്റൻസി പർച്ചേസിന്റെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ഏറ്റവും സന്തോഷം നമുക്ക് ഓണ സമയത്താണ് അത് കിട്ടിയത്. ഇപ്പം കിട്ടിയത് ക്രിസ്മസിന്റെ സമയത്താണ്. തീർച്ചയായിട്ടും ഓണവും ക്രിസ്മസും ഒക്കെ സംതൃപ്തിയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. നമ്മുടെ സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഓണവും ഇതുപോലെയുള്ള ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കണമെങ്കിൽ അതിനുള്ള പണം വേണം, അതിനുള്ള പ്രൊഡക്ട്സ് വേണം. RCM എന്താ ചെയ്തത്? ഓണം ആഘോഷിക്കാൻ വേണ്ടി ധാരാളം ഫ്രീ പ്രൊഡക്ട്സ് തന്നു. ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് വീണ്ടും ഫ്രീ പ്രൊഡക്ട്സ് തന്നിരിക്കുന്നു. ഓണം ആഘോഷിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാൻ, ഇതുപോലെ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ എന്ന് RCM നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ആഘോഷങ്ങൾ ഇന്ന് RCMന്റെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ആഘോഷങ്ങൾ. RCMൽ കൂടി ആഘോഷിക്കാൻ നമുക്ക്, അപ്പം നമ്മുടെ ജീവിതമൊക്കെ ആഘോഷത്തിലേക്ക് ഇന്ന് RCM എത്തിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ എന്തായാലും യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡെയിലി റൂട്ടീൻസ്. നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും പറയേണ്ട, RCM ബിസിനസ് ജോയിൻ ചെയ്യുന്ന ഒരാളുടെ RCM ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ, നമ്മളറിയാം 6 ബേസിക്സിലെ ഒന്നാമത്തെ പോയിന്റ് വളരെ പ്രസക്തമായാണ്. എന്താണ്? യൂസ് ആൻഡ് പ്രൊമോട്ട് RCM പ്രൊഡക്ട്സ്. രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ്. RCMൽ വരുന്ന ആൾക്കാർ വന്ന് നിങ്ങൾക്കൊരു റിട്ടൺ ഡ്രീം ഉണ്ടാകണം, സ്വപ്നം ഉണ്ടാകണം. എന്നിട്ട് 8 കോൺസെപ്റ്റ്സിന്റെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, മേക്ക് യുവർ ഡ്രീം ഇൻടു എ ഗോൾ. നിങ്ങളുടെ ഡ്രീമിനെ ഒരു ഗോളാക്കി മാറ്റണം. സെറ്റ് യുവർ ഗോൾസ് നമ്മൾ പറയാറുണ്ട്. മേക്ക് എ ഡ്രീം ആൻഡ് സെറ്റ് യുവർ ഡ്രീം ആസ് എ ഗോൾ എന്ന് പറയുക, ഗോളാക്കി മാറ്റുക. RCMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് നമ്മുടെ TCGയുടെ സഹോദരൻ BC ഛബ്ര, ഭാഗ്യചന്ദ് ഛബ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അദ്ദേഹത്തെ ആൾക്കാർ വിളിക്കുന്നത് ഭാഗ്യ ചേഞ്ച് ഛബ്ര എന്നാണ്. അനേകം ആൾക്കാരുടെ ഭാഗ്യം ചേഞ്ച് ചെയ്ത വ്യക്തിയാണ്. ഭാഗ്യ ചേഞ്ച് ഛബ്ര എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. BC ഛബ്ര എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് 2018-ലോ 19-ലോ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. RCM എന്ന ഡയറക്ട് സെല്ലിംഗ് വന്നതിന് ശേഷം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വന്നതിന് ശേഷം ഇന്ത്യയിൽ 1.5 കോടിയിലധികം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് 1.5 ലക്ഷത്തിലധികം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഇന്ന് നിലനിൽക്കുന്നത് വിരലിൽ എണ്ണാവുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന പ്രസ്ഥാനങ്ങളാണ്. മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ എന്താ ചെയ്തത്? അനേകം ആൾക്കാർക്ക് സ്വപ്നം കൊടുത്തിട്ട് അവരുടെയൊക്കെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിട്ട് ഇട്ടിട്ട് പോയ പ്രസ്ഥാനങ്ങളാണ്. അവിടെയാണ് RCMന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ 23 ഇയേഴ്സ്, 23 ലോങ് ഇയേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം തരുന്ന പ്രസ്ഥാനം, നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തരുന്ന പ്രസ്ഥാനം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ലീഡർ, നമ്മുടെ ആരായിരുന്നു, സുന്ദരൻ ചാവക്കാട്. ഒരു സാധാരണക്കാരൻ. കഴിഞ്ഞ ആനിവേഴ്സറിയിലെ സ്റ്റാർ പേളിന്റെ ട്രോഫി വാങ്ങിയ ആള്. ചെറിയ വിദ്യാഭ്യാസമേ ഉള്ളൂ, കേവലം 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു കാർ വാങ്ങിയതായിട്ട് കണ്ടു. ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഒരു പ്രസ്ഥാനം. അദ്ദേഹം ആ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കേവലം 4ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് മറ്റാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഓർമ്മ.
അദ്ദേഹം പേളായപ്പോഴും അതിൻ്റെ വിദ്യാഭ്യാസം 4-ാം ക്ലാസ്, അദ്ദേഹം സ്റ്റാർ പേളായപ്പോഴും വിദ്യാഭ്യാസം 4-ാം ക്ലാസ്, അദ്ദേഹം ഇനി എമറാൾഡ് ആയാലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അത് തന്നെയായിരിക്കും, അദ്ദേഹം നാളെ സഫയർ ആയാലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മാറ്റം ഉണ്ടാകത്തില്ല, അദ്ദേഹം നാളെ ആർസിമിൻ്റെ ഡയമണ്ട് ആകും. കാരണം ആർസിമിൻ്റെ ഡിസൈൻ അനുസരിച്ച് അദ്ദേഹത്തിന് ഡയമണ്ട് ആകാം, അദ്ദേഹം ഡയമണ്ട് ആവും, ഒരു സംശയമില്ല. അദ്ദേഹം ഡയമണ്ട് ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം സ്റ്റാൻഡ് സ്റ്റിൽ, അതേ വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരാൻ പറ്റും. അപ്പോൾ വിദ്യാഭ്യാസം എന്തുമായിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഓരോ ലെവൽ മാറുമ്പോൾ, ഓരോ പിന്ന് നേടുമ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അവസാനം അദ്ദേഹം ഡയമണ്ട് ആയാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, അത് തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? ഇന്ത്യയിലെ ഡയമണ്ട്, ആർസിഎമ്മിൻ്റെ ഡയമണ്ട് ആയിട്ട് സുന്ദരൻ ചാവക്കാട്. ആലോചിച്ച് നമ്മുടെയൊക്കെ നമ്മൾ നിൽക്കുന്ന ബിസിനസ്സിന്റെ മഹത്വം എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതൂ, അതിനുശേഷം മേക്ക് ദാറ്റ് ഡ്രീംസ് ഇൻ ടു ഗോൾസ് ആയിട്ട്. എങ്ങനെ ഗോൾസ് ആകുന്നത്? എ ഡ്രീം റിട്ടേൺ വിത്ത് എ ഡേറ്റ്. ഒരു ഡേറ്റ് കൊടുക്കുമ്പോഴാണ്, നിങ്ങളുടെ ഡ്രീംസിന് നമ്മൾ ഡേറ്റ് കൊടുക്കുമ്പോഴാണ് അതൊരു ഗോളായിട്ട് മാറുന്നത്. അവിടെയാണ് ബി.സി. ചബ്ര എന്ന വ്യക്തി പറഞ്ഞത്, ആർസിഎമ്മിൻ്റെ ഡയമണ്ട് അല്ലെങ്കിൽ ആർസിഎമ്മിൻ്റെ ഒരു വലിയ ലീഡറായിട്ടുള്ള ബി.സി. ചബ്ര പറഞ്ഞത് ഇതാണ്: ഗോളില്ലാത്തവരുടെ ജീവിതം ഗോള് പോലെയായി മാറുന്നതാണ്. ഗോൾ ഇല്ലാത്തവരുടെ ജീവിതം ഗോൾ പോലെയായി മാറും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾ നമുക്കറിയാം, ഒരു റൗണ്ടാണ്, ഒരു ബോളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഗോൾ ഇല്ലാതെ ആർസിഎം ബിസിനസ് ചെയ്യുന്നവരുടെ ലൈഫും അതുപോലെ ഒരു ബോളായിട്ട് മാറും, ശൂന്യമായി തീരും എന്നവർക്ക്. അപ്പം റിട്ടേൺ ഗോളില്ലാത്തവരുടെ ജീവിതം ഒരു ഗോൾ പോലെയാവുമെന്ന് ബി.സി. ചബ്ര പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഗോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ടാർഗറ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഗോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആർസിഎം ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഫൈൻഡ് ദ പർപ്പസ് ഓഫ് യുവർ ഫൈൻഡ് യുവർ പർപ്പസ്. നിങ്ങൾ എന്തിനാണ് ആർസിഎമ്മിൽ വന്ന ആ പർപ്പസ് നിങ്ങൾ അറിയണം. ആ പർപ്പസ് അതെങ്ങനെ നേടാമെന്ന് വിളിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഗോളിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ദ ഗോൾസ് ഇൻ ടു സ്റ്റെപ്പായിട്ട് മാറ്റുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഗോളിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഗോൾ ചെറുതാകാം, വലുതാകാം. നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചെറിയ ഗോളുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റും, വലിയ ഗോളുകളൊക്കെ നമുക്ക് സമയമെടുക്കും. അതുകൊണ്ടാണ് ഗോളിനെ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഈ മീറ്റിങ്ങിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗോളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം, സ്ലൈസ് ഡൗൺ ചെയ്യണം, മേക്ക് ഇറ്റ് ഇൻ ടു പീസസ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ആക്കി മാറ്റണം. ആ സ്റ്റെപ്സിനെ നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡെയിലി ഗോൾ ഉണ്ടാകണം. ആർസിഎമ്മിൽ നമുക്കറിയാം ഡെയിലി ഗോൾ, ദിവസവും ഓരോ ഗോൾ ഉണ്ടാകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗോൾ ഫിക്സ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഇന്നിപ്പോൾ 31-ാം തീയതിയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവൽ ബിഗിനർ ആണെങ്കിൽ സെറ്റ് എ ഗോൾ. ഞാനൊരു സ്റ്റാർട്ടർ ആവും. സിമ്പിളായിട്ട് നമുക്കൊരു ഇനി വേണ്ട, കഴിഞ്ഞ മാസത്തെ വോളിയം എനിക്ക് 25,000 വോളിയമാണ്, എൻ്റെ വോളിയം ഈ മാസം 30,000 ആക്കും. സിമ്പിൾ, 5000 PV കൂട്ടും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നൊരു ഡെയിലി ടാർഗറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇനി വേണ്ട, എൻ്റെ ടീമിൽ ഇപ്പോൾ ഒരു ഡയമണ്ട് ക്ലബ് പർച്ചേസറേ ഉള്ളൂ. ഞാൻ തീരുമാനിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരും, 2 ഡയമണ്ട് ക്ലബ് പർച്ചേസറെ എൻ്റെ ടീമിൽ കൊണ്ടുവരും. ഒരു സിമ്പിൾ ഗോൾ. ഇന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഗോൾ. ഇല്ല, ഇനി അതും പറ്റത്തില്ല, ഞാൻ ഇതുവരെ ആർസിഎം ആരോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് തീരുമാനിക്കുകയാണ്, ഇന്ന് ഒരാൾ ആർസിഎം പറഞ്ഞിട്ട് ഇന്ന് പറയും. അതിൻ്റെ ഒരു ഡെയിലി ടാർഗറ്റാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ചെറിയ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാം. ഇനി ഒന്നും വേണ്ട, ഞാൻ ഇന്ന് 100 PV ചെയ്യും. ഒരു സ്മോൾ ടാർഗറ്റാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത്, ചെറിയ ഗോളാണ്, ഇന്നത്തേക്ക് വേണ്ടി ഒരു ഗോൾ. അതിനാണ് ഡെയിലി ഗോൾ എന്ന് പറയുന്നത്. ഈ ഡെയിലി ഗോളാണ് നിങ്ങളെ വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് ചെറുതായിക്കോട്ടെ, പക്ഷേ അത് തുടർച്ചയായിട്ട് ചെയ്താൽ, ഇനി ഞാൻ ഒരാളോട് പ്ലാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 30 പേരോട് പ്ലാൻ പറയാം. നിങ്ങൾ ഒരു ദിവസം തീരുമാനിക്കാൻ ഇന്ന് 2 പേരോട് പ്ലാൻ പറയും. 30 ദിവസം കൊണ്ട് 60 പേരോട് പ്ലാൻ പറയാം. ഒരു ദിവസം ഞാൻ 3 പേരോട് പ്ലാൻ പറയും. ഒരു മാസം 30 ദിവസം കൊണ്ട് ഞാൻ 90 പേരോട് പ്ലാൻ പറയും. അപ്പോൾ ചെറിയൊരു ടാർഗറ്റ് എടുക്കുക. ചെറിയ ടാർഗറ്റ് നിങ്ങളെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുക. അതുകൊണ്ടാണ് സ്മോൾ ടാർഗറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ് ഉണ്ടാകണം. ഡെയിലി ടാർഗറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ടാർഗറ്റിനെ നമ്മൾ 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഡെയിലി ടാർഗറ്റാണ്, ദിവസവും ടാർഗറ്റ് ഉണ്ടാകണം. ഇനി മറ്റൊരു ടാർഗറ്റാണ് മന്ത്ലി ടാർഗറ്റ്. മാസത്തിന്റെ 1-ാം തീയതി മുതൽ 30-ാം തീയതി 31-ാം തീയതി വരെയുള്ള ടാർഗറ്റ് ഇന്നേ ഫിക്സ് ചെയ്യാം. അപ്പം ഡെയിലി ടാർഗറ്റിൽ കൂടെ മാത്രമേ നമുക്ക് മന്ത്ലി ടാർഗറ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മന്ത്ലി ടാർഗറ്റ് തുടങ്ങുന്നത് എന്താണ്? 1-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പം നാളെ ജനുവരി 1 നാളെ നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. 30-ാം തീയതി വരെ അല്ലെങ്കിൽ 31-ാം തീയതിയുള്ള ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. അതിനാണ് മന്ത്ലി ടാർഗറ്റ്. അപ്പോൾ മന്ത്ലി ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഡെയിലി ടാർഗറ്റ് കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ടുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസത്തിന്റെ അവസാനം നിങ്ങൾ എന്താണ്, എവിടെ എത്തും, എന്താകും, എന്താണ് തീരുമാനം എന്നുള്ളത് 1-ാം തീയതി തീരുമാനിക്കുക, 31-ാം തീയതി അത് പ്രാവർത്തികമാക്കുക. അതിനാണ് മന്ത്ലി ടാർഗറ്റ് എന്ന് പറയുക. സോ മേക്ക് ദ പ്ലാൻ ഓൺ 1st of every month. എല്ലാ മാസവും 1-ാം തീയതി വേണം ആ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കാൻ. എന്നിട്ട് 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ഫിനിഷ് ചെയ്യണം.
വലിയ ടാർഗറ്റ് ഒന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ടാർഗറ്റ് മതി. അടുത്ത മാസം നിങ്ങൾക്ക് വലിയ പ്ലാൻ, ഈ മാസം നിങ്ങൾ ചെറിയ പ്ലാൻ തയ്യാറാക്കുക, എന്നിട്ട് ജനുവരി മാസം 1-ാം തീയതി ചെറിയൊരു പ്ലാൻ തയ്യാറാക്കുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യുക. അങ്ങനെ ചെയ്താണ് യു വിൽ ഗെറ്റ് ദ കോൺഫിഡൻസ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ വലിയ ടാർഗറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ യു വിൽ ലൂസ് യുവർ കോൺഫിഡൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ് പോകും. എന്നിട്ട് ചെറിയ ടാർഗറ്റ് എടുക്കുക, ചെറിയ ചെറിയ ടാർഗറ്റുകൾ എടുക്കുക. 1-ാം തീയതി ചെറിയ ടാർഗറ്റ്, 2-ാം തീയതി ചെറിയ ടാർഗറ്റ്. അപ്പോൾ ഒരു മാസം മുഴുവൻ നിങ്ങൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ്, എന്നെ കൊണ്ട് പറ്റും. സോ ഐ ഹാവ് ദ കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ 2-ാമത്തെ മാസം 1-ാം തീയതി ചെയ്യുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ടാർഗറ്റ് എടുക്കാം, ഫിക്സ് ചെയ്യാം. എന്നിട്ട് 2-ാമത്തെ മാസം അത് അച്ചീവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. 3-ാമത്തെ മാസം നിങ്ങളുടെ ടാർഗറ്റ് അല്പം കൂടെ വലുതാക്കുക. അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് വാനോളം ഉയരും, നിങ്ങൾ സക്സസ്ഫുൾ ആകുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം എന്താണ്, യു ആർ ഡൂയിങ് സ്മോൾ ഹാബിറ്റ്സ് ആൻഡ് ഡൂയിങ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. ചെറിയ ഹാബിറ്റുകളാണ്, ചെറിയ ചെറിയ ശീലങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്താണ്, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വളരുന്നു, നിങ്ങളുടെ ലെവലുകൾ വളരുന്നു, നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യം പതുക്കെ പതുക്കെ മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ടാർഗറ്റുകളിൽ കൂടി വലിയ ടാർഗറ്റിലേക്ക് എത്താനുള്ള മാർഗ്ഗം. അതുകൊണ്ടാണ് ഡെയിലി ടാർഗറ്റ് ചെയ്യുക, മന്ത്ലി ടാർഗറ്റ്. ഇനി അടുത്തതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ, ഷോർട്ട് ടൈം ചെറിയൊരു കാലയളവിലുള്ള ടാർഗറ്റാണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. അത് 6 months to 1 year ടാർഗറ്റാണ്. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ടാർഗറ്റ്. അപ്പോൾ ഇപ്പോഴേ ഫിക്സ് ചെയ്യാം, 6 മാസം മുതൽ 1 വർഷം വരെ എൻ്റെ പൊസിഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം എന്താണ്. ഇപ്പോഴേ ഷോർട്ട് ടൈം 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താണ്. ഇപ്പം ഇത് ജനുവരി മാസമാണ്, അടുത്ത വർഷം ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ എവിടെ എത്തും. ആ ടാർഗറ്റ് നിങ്ങൾക്ക് നാളെ രാവിലെ തന്നെ ഡിസൈഡ് ചെയ്യാം. ഇന്ന് രാത്രിയും ചെയ്യാൻ കുഴപ്പമില്ല, ഇന്ന് രാത്രി സമയം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാണ് ഷോർട്ട് ടൈം, ചെറിയ കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്യണം. അത് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയം കൊണ്ട് നിങ്ങൾ എന്ത് ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ ഷോർട്ട് ടൈം ടാർഗറ്റ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ യു ഹാവ് ടു പുട്ട് 100% എനർജി ഇൻടു ഇറ്റ്. നിങ്ങൾ 100% അതിന് സമർപ്പിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. 4-ാമത്തേതാണ് മിഡ് ടൈം ഗോൾസ് എന്ന് പറയുന്നത്. മിഡ് ടൈം ടാർഗറ്റ് അല്ലെങ്കിൽ മിഡ് ടൈം ഗോൾസ് എന്ന് പറയും. മിഡ് ടൈം ഗോൾസ് അത് 1 to 5 yearsനുള്ള ടാർഗറ്റാണ്. 1 to 5 years, 1-ാമത്തെ വർഷം മുതൽ 5-ാമത്തെ വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിലെല്ലാം ബേസ് ഞാൻ പറഞ്ഞു, ഡെയിലി ടാർഗറ്റ് എടുക്കണം. ഡെയിലി ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ്, ഷോർട്ട് ടൈം ടാർഗറ്റിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഇയർലി ടാർഗറ്റ്, മിഡ് ടൈം ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. 1 to 5 years, 1 വർഷത്തിന് മുതൽ 5 വർഷം വരെ ഉള്ള ടാർഗറ്റിനെയാണ് മിഡ് ടൈം ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും ഫൈനലി ഒരു ടാർഗറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ റിയൽ ബ്യൂട്ടി ഓഫ് ദിസ് ബിസിനസ്, ദാറ്റ് ഈസ് ലോങ് ടൈം ടാർഗറ്റ്. നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ബിഫോർ ഡെത്ത്, നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് എന്ന് ഇപ്പോഴേ തീരുമാനിക്കുക. ഒരു ടാർഗറ്റ് ഏറ്റെടുക്കുക. അത് വലിയൊരു വീടായിരിക്കാം. ഞാൻ പറഞ്ഞു, മുകേഷ് കോട്ടാരി വാങ്ങിയതുപോലെ ഒരു 25 crores വീടാകാം, അല്ലെങ്കിൽ സുരേന്ദ്ര ഭട്ട് സാർ വാങ്ങിയതുപോലെയുള്ള ഒരു മേഴ്സിഡസ് ബെൻസ് കാറാകാം, അല്ലെങ്കിൽ സുരേന്ദ്ര ഭട്ട് സാർ വാങ്ങിയതുപോലെ ഒരു വീടാകാം, 26 crores വീടാകാം, അല്ലെങ്കിൽ ആർസിയുടെ സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ള പലരും വാങ്ങിയിരിക്കുന്ന പോലെയുള്ള വലിയ വലിയ കാറുകൾ, വലിയ വലിയ വീടുകൾ, വലിയ വലിയ മക്കളുടെ വലിയ വിവാഹങ്ങൾ. വലിയ വിവാഹമൊക്കെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം വിവാഹം നടന്നു, നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ അപ്ലൈനായിട്ടുള്ള പ്രിയപ്പെട്ട ബിനു സാറിൻ്റെ മകളുടെ വിവാഹം, രാജൻ സാറിൻ്റെ മകൻ്റെ വിവാഹം. അവരെ രണ്ടുപേരെയും കല്യാണം നടന്ന ഗുരുവായൂരിലാണ്. അന്ന് ആ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ ഒരു കാറ് കടന്നിരുന്നു. മകൾക്ക് ബിനു സാർ വിവാഹ സമ്മാനം നൽകിയ കാറാണ്. അവിടെ വന്നവർ കണ്ടു. ഹൈക്രോസ് എന്ന കാറ്, ദ കോസ്റ്റ് ഓഫ് ദ കാർ ഈസ് അറൗണ്ട് 38 lakhs, 38 ലക്ഷം രൂപയുടെ കാറാണ് മകൾക്ക് വിവാഹ സമ്മാനമായിട്ട് ഒരു അച്ഛൻ നൽകിയത്. എൻ്റെ കൂടെ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ബിനു സാറ്, ഒരു സാധാരണക്കാരൻ്റെ മകൻ, ഇന്ന് വളർന്ന് സ്വന്തം മക്കൾക്ക് നമ്മളാരും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത, നമ്മളാരും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കാറൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ആർസ്യം. ആർസ്യമിൻ്റെ ഒരു എന്താണ്, പവിത്ര ആർസ്യമിൻ്റെ ഒരു നമ്മൾ പറയാറില്ലേ, ആർസ്യം തരുന്ന ഒരു നേട്ടം ഇത്രയും വലുതാണ്. അപ്പൊ നമ്മുടെ ഇടയിലും ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തരുമെന്നറിയണം. അതിനാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. സോ ഡെയിലി ടാർഗറ്റ് ഉണ്ടാവണം, മന്ത്ലി ടാർഗറ്റ് ഉണ്ടാവണം, ഷോർട്ട് ടൈം ടാർഗറ്റ് ഉണ്ടാവണം, മിഡ് ടൈം ടാർഗറ്റ് ഉണ്ടാവണം, ആൻഡ് ലോങ് ടൈം ടാർഗറ്റ് ഉണ്ടാവണം. ബിഫോർ ഡെത്ത് എന്താണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, യു ക്യാൻ ഫിക്സ് ഇറ്റ്. ബിക്കോസ് RCMന്റെ പൊട്ടൻഷ്യൽ എന്നറിയാം. വൺ ഓഫ് ദ സ്റ്റേബിൾ കമ്പനി അല്ലെങ്കിൽ പ്രസ്ഥാനമാണ്. ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള, ഇന്ത്യയിലെങ്ങും അടിത്തറയുള്ള, ഇത്രയും നമ്മൾ പ്രൊഫൈലൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്, നമ്മൾ ടീമിലൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള RCM എന്നൊരു സംവിധാനം
അവിടെയാണ് ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തും ആഗ്രഹിക്കാമെന്നുള്ളതാണ്, എന്തും നേടാമെന്നുള്ളതാണ്. ആർസ്യം എന്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർസ്യം നേടിയവരൊക്കെ പറഞ്ഞത് ആർസ്യം എല്ലാം തരുമെന്നാണ്. അതിനപ്പുറം ഒരു മറുപടിയില്ല, ആർസ്യം എല്ലാം തരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ നേടിത്തരാൻ സഹായിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്? സോ തീരുമാനിക്കൂ എന്ത് വേണമെന്ന്. സോ ഫൈൻഡ് ദ പർപ്പസ് ഓഫ് യുവർ കമ്മിങ് ടു ആർസ്യം, അല്ലെ ഫൈൻഡ് ദ പർപ്പസ്. എന്തിനാണ് നിങ്ങൾ ആർസ്യമിൽ നിൽക്കുന്നുള്ള പർപ്പസ്, ആ പർപ്പസ് ആദ്യം കണ്ടെത്താൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർസ്യമിൽ കൂടി വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. പിന്നെ ആർസ്യം വരുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആർസ്യമിൽ നമ്മൾ ആർസ്യം ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രതിസന്ധികളാണ് നമ്മുടെ കൂട്ടുകാരെന്ന് പറയാം. പ്രതിസന്ധികളാണ് കൂട്ടുകാർ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. ആർസ്യമിൽ വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ കൂട്ടം കൂട്ടമായിട്ട് നമ്മളെ തേടി വരുന്നതാണ്. ഞാൻ പറയാറുണ്ട്, ലോറി പിടിച്ചാണ് പ്രതിസന്ധികൾ വരുന്നത്. അത് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും നമ്മളറിയുന്ന 4 ചുറ്റും നിന്നും പ്രതിസന്ധികൾ വരും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. എന്താണെന്നറിയില്ല, പ്രതിസന്ധികളായിരിക്കും, പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമെങ്കിലും. നമ്മൾ പറയാണ്ട് പ്രതിസന്ധികളാണ് ഒരു മനുഷ്യനെ കരുത്തുറ്റവനാക്കുന്നത് പറഞ്ഞ സത്യമാണ്. ആർസ്യമിൽ ഒരാൾ കരുത്തുറ്റതായിട്ട് മാറുന്നതിന്റെ കാരണം എന്താണ്? ഈ തുടക്കത്തിൽ വരുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. ഈ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ആർസ്യം വിട്ടുപോകുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികൾ നമ്മളെ കരുത്തരാക്കും. ആ പ്രതിസന്ധികളെ ഏറ്റെടുക്കാനുള്ള ധൈര്യമാണ് ആദ്യം നമുക്ക് വേണ്ടത്. ആദ്യം വേണ്ടത് PV ഉണ്ടാക്കുക എന്നുള്ളതല്ല, പ്രതിസന്ധികളെ ഏറ്റെടുക്കാനും അതിനെ തരണം ചെയ്യാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ആ പാഠങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു മനക്കരുത്താണ് ആദ്യം നമുക്ക് ആർസ്യമിൽ നേടാനുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡിഫിക്കൽട്ട് റോഡ്സ് ബിൽഡ് സ്കിൽഫുൾ ഡ്രൈവേഴ്സ്. സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ സൃഷ്ടിക്കുന്ന മോശം റോഡുകളാണ്. ഡിഫിക്കൽട്ട് റോഡ്സ് ബിൽഡ് സ്കിൽഫുൾ ഡ്രൈവേഴ്സ് എന്ന് പറയുക. അപ്പം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു റോഡ് മാത്രമേ ഒരു നല്ല ഡ്രൈവറെ സൃഷ്ടിക്കത്തുള്ളൂ. ഒരു സ്കില്ലായിട്ടുള്ള കഴിവുള്ള ഒരു ഡ്രൈവറെ സൃഷ്ടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ പ്രതിസന്ധികളുള്ള റോഡുകൾ ഉണ്ടാകണം. എന്ന് പറഞ്ഞതുപോലെയാണ്, ഒരു നല്ല നാവികനെ സൃഷ്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫിക്കൽട്ട് വേവ്സ്, നമുക്കറിയാം തിരമാലകളാണ്, അതിശക്തമായ തിരമാലകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു നല്ല നാവികൻ പുറത്തേക്ക് വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതിസന്ധികളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനുള്ള കഴിവുകളെ പുറത്തേക്ക്. നമുക്കറിയാം, നമ്മളെ ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഏത് ഓടാത്തവനും ഓടും, ഒരു സംശയമില്ല. അന്നേരം മാസ്ക് മുഖത്തുണ്ടോന്നും നോക്കത്തില്ല. കൊറോണ പോലെ മൂർധന്യം നിൽക്കുമ്പോഴും മാസ്ക് വെച്ചാൽ, അയ്യോ ഞാൻ മാസ്ക് വെക്കാൻ മറന്നുപോയെന്നുമ്പോൾ ഞാനും മാസ്ക് എടുക്കാൻ പോയില്ല, പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മുടെ സർവ്വശക്തിയും എടുത്ത് ഓടും. എന്തുകൊണ്ടാണ്? നമ്മുടെ കഴിവുകൾ നമുക്ക് പുറത്തേക്ക് ഇടുന്നത് ഇതുപോലെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ബിൽഡ് സ്ട്രോങ് ലീഡേഴ്സ്. ഇപ്പോൾ ഒരു ലീഡർ സ്ട്രോങ് ആണ്, എന്ത് ചെയ്യണം? ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ബിൽഡ് സ്ട്രോങ് ലീഡേഴ്സ്. ഇപ്പോൾ സ്ട്രോങ് ലീഡേഴ്സിനെ സൃഷ്ടിക്കുന്നത് പ്രതിസന്ധികളാണ്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ് ഒരു നല്ല ലീഡറിന്റെ ഉദയത്തിന് കാരണമാകുന്നത്. അപ്പോൾ ആർസ്യമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ പ്രതിസന്ധികളെ ഏറ്റെടുക്കാൻ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്കുണ്ടാകുന്ന മനോധൈര്യം നമ്മളുള്ള നല്ലൊരു ലീഡറെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ ലീഡറാകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളെ ഏറ്റെടുക്കാനുള്ള പവർ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ TCG പറഞ്ഞത്, വി സ്റ്റാൻഡ് ഫോർ അവർ മിഷൻ ടു ബിൽഡ് എ ന്യൂ ഇന്ത്യ. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം ചെറുതല്ല. വി സ്റ്റാൻഡ് ഫോർ അവർ മിഷൻ. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ പ്രതിസന്ധികൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നമ്മുടെ ലക്ഷ്യം വലുതാണ്, ടു ബിൽഡ് എ ന്യൂ ഇന്ത്യ, നയേ ഭാരത് കാ നിർമ്മാൺ. ഒരു രാജ്യത്തിന്റെ മുഴുവൻ മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്ര എളുപ്പമല്ല, കാരണം നമുക്ക് പ്രതിസന്ധികൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മളെ എതിർക്കാൻ ധാരാളം ആൾക്കാരുണ്ടാവും. പക്ഷേ ആ പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ മിഷൻ എന്താണോ തിരിച്ചറിഞ്ഞ് ആ മിഷനിലേക്ക് എത്തുക എങ്കിൽ അതിന് കരുത്തുറ്റ പോരാളികൾ തന്നെ വേണം. അങ്ങനെയുള്ള കരുത്തുറ്റ പോരാളികളെ സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ശരിക്കും ആർസ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? സിസ്റ്റം ഫോളോ ചെയ്യുക. ബി വിത്ത് ദ സിസ്റ്റം. സിസ്റ്റത്തോടൊപ്പം പോകുക എന്നുള്ളതാണ്. കാരണം സിസ്റ്റം ഓൾറെഡി ഡെവലപ്ഡ് ആണ്. നമ്മൾ പുതുതായിട്ടൊന്നും ചെയ്യേണ്ടതല്ല. നമുക്ക് മുമ്പേ ആർസ്യം വന്നവർ ആ സിസ്റ്റം ശരിക്കും ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്, അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ കൂടി അങ്ങ് പോയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, റോഡൊക്കെ വെട്ടിത്തെളിച്ച് സുഗമമാക്കിയ ലീഡേഴ്സ് തന്നിട്ടുണ്ട്. ഇനി ആ റോഡെ അങ്ങ് ഹൈ സ്പീഡിൽ പോവുക, നല്ല സ്പീഡ് അങ്ങ് വിട്ടുപോവുക, ഇനിയൊന്നും തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. കാരണം എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്ന് കാട്ടിലോട്ടൊക്കെ പോയി. കാരണം ആർസ്യമിൽ ഞാൻ വന്ന സമയവും ഇന്നും തമ്മിൽ ആകാശത്തിന്റെയും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം അന്നത്തെ പ്രതിസന്ധികളോ അന്നത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇന്ന് ആർക്കും ഇല്ല. ഇന്ന് വളരെ സിമ്പിളാണ് ആർസ്യം. ഈസ് സോ സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ഈസി അല്ലെന്ന് മാത്രം, സിമ്പിളാണ് ബട്ട്
ഈ നോട്ട് ഈസി. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൂടെ നമ്മളൊന്ന് നമുക്ക് അറിവ് നേടുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് ബുക്ക് റീഡിങ് വളരെ പ്രധാനപ്പെട്ട. ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ, അറിവ് തരുന്ന പുസ്തകങ്ങൾ, നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഗ്രന്ഥങ്ങൾ, ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റിയുള്ള ശരിയായ അറിവ് തരുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ശീലം, ഒരു 30 മിനിറ്റ്സ്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട റൂബി ഹേമന്ത് സാറ് കഴിഞ്ഞ ദിവസത്തെ സൂം മീറ്റിങ്ങിൽ അതിനെപ്പറ്റി ഒരു ക്ലാസ്സിനെ എടുത്തിരുന്നു. അദ്ദേഹത്തിന് അതിന് കുറേ പുസ്തകങ്ങളൊക്കെ കാണിച്ചിരുന്നു. ബുക്ക് റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ്, ബുക്ക് റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് എന്നുള്ളത്. ഈ ട്രെയിനിങ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ പല ആൾക്കാരും ആർഷം വിട്ടുപോകുന്നുണ്ട്. ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുക. സിമ്പിളാണ്. നമുക്കറിയാം ട്രെയിനിങ് കൊടുക്കാനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ, പക്ഷേ ട്രെയിനിങ് ചെയ്യിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. നമുക്കറിയാം വനത്തിൽ സ്വൈര്യമായിട്ട് വിഹാരം ചെയ്യുന്ന ഒരു ആന എത്രയോ ശക്തനായ ഒരു മൃഗമാണ്. അതിൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് അതിനെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മനുഷ്യന്റെ ട്രെയിനിങ് ആണ്. ഒരു മനുഷ്യൻ അതിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്വയം ചെയ്യാൻ പറ്റാത്ത പല കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഒരു മനുഷ്യന്റെ കഴിവാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സർക്കസിലൊക്കെ ഈ സിംഹങ്ങളൊക്കെ ഡാൻസ് ചെയ്യുന്നതും, കുരങ്ങൻ ഡാൻസ് ചെയ്യുന്നതും, സിംഹങ്ങൾ തീവളയത്തിൽ കൂടി ചാടുന്നതൊക്കെ, അതൊന്നും ഒരിക്കലും അത് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഒരു മൃഗവും 2 കാലേ നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സർക്കസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ്? ആന 2 കാലേ നടക്കുന്നു, മനുഷ്യൻ മാത്രമാണ് 2 കാലേ നടക്കുന്നത്. പക്ഷേ മൃഗങ്ങളെ കൊണ്ട് പോലും 2 കാലേ നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് ട്രെയിനിങ്. അതിനുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് അതൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ടീമിൽ ട്രെയിനിങ്ങുകൾ നിരന്തരം ഓർഗനൈസ് ചെയ്യുക. നമ്മുടെ ബിസിനസ് വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രെയിനിങ്സിൽ പങ്കെടുക്കുക എന്നുള്ളത്. ട്രെയിനിങ്സ് നമ്മൾ പങ്കെടുക്കണം, നമ്മുടെ ടീമിനെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി വലിയ വലിയ ഫംഗ്ഷൻസ്, RCMൽ ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്, ചെറിയ ഫംഗ്ഷൻ പോലും. കാരണം RCMന്റെ മെമ്പേഴ്സ് കൂടുന്ന എന്തോ ഒരു ഫംഗ്ഷൻ ആകാം. കാരണം RCMകാർ ഇപ്പം നമുക്ക് തന്നെ അറിയാം, മിനിസാറിന്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ JRCM വിളിച്ചു. RCMന്റെ ഒരു ഫംഗ്ഷൻ അല്ലായിരുന്നു, പക്ഷേ നമ്മളവിടെ കൂടിയിരുന്നവർ ആരോ JRCM വിളിച്ചു, നമ്മളെല്ലാം ഏറ്റുപറയും. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുമാണ് ആ വാക്കുകൾ പുറത്തു വന്നത്, JRCM. അപ്പോൾ ഇതുപോലെയുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വലിയൊരു കൂട്ടായ്മയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ RCMന്റെ ഫംഗ്ഷനുകളൊക്കെ ഒരു മടിയും കൂടാതെ നമ്മൾ പങ്കെടുക്കണം. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഹൗസ് വാമിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ചെറിയ ചെറിയ ഫംഗ്ഷനിൽ RCMന്റെ ആൾക്കാർ പങ്കെടുക്കുന്ന ഏത് ഫംഗ്ഷനുകളും നമുക്ക് ബിസിനസിന്റെ പ്രൊമോഷന്, നമ്മുടെ സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും എന്നുള്ളതായിട്ട് ഒരു സംശയമില്ല. ഇനി നമ്മളെ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്ലൈൻ്റെ ഒരു സാന്നിധ്യം. അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുമ്പേ RCMൽ വന്ന് നമുക്ക് അദ്ദേഹം ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആൻഡ് കെയറിങ്. നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മുടെ ആക്റ്റീവായിട്ടുള്ള, നമ്മളെ എന്താണ് എഫക്റ്റീവ് ആയിരിക്കണം, സിസ്റ്റത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള, കെയറിങ് ആയിട്ടുള്ള ഒരു അപ്ലൈൻ്റെ പ്രാധാന്യം എന്താണ്? അപ്ലൈനെ പോലെ ഒരു വ്യക്തി, നിങ്ങൾ എവിടെ എത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെ എത്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അപ്ലൈൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെ എത്തിക്കാൻ കഴിവുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അപ്ലൈനെ കണ്ടെത്തുക, അപ്ലൈനുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ സിസ്റ്റത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ്, എഫക്റ്റീവ് ആൻഡ് ഗ്രോയിങ് കെയർ. അദ്ദേഹമായിട്ട് കൗൺസിൽ ചെയ്യണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയണം. നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ചയില്ലെങ്കിൽ അദ്ദേഹത്തോട് വേണം പറയാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രോസ് ലൈനിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പറയാം, എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല, എൻ്റെ PUC ശരിയായ രീതിയിൽ നടക്കുന്നില്ല, എൻ്റെ ടീമിലുള്ളവർ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഇതൊക്കെ പറയുന്ന ആരാണ്? നമ്മുടെ അപ്ലൈനോട് മാത്രം പറയുന്നത്. നമ്മൾ വേറെ എവിടെ വേണേലും പോയി പറയും. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് എൻ്റെ ഇമ്മീഡിയറ്റ് അപ്ലൈനോടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ് അപ്ലൈനോട് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം മുകളിലുള്ള ഗ്രാൻഡ് അപ്ലൈനോ അതിനേക്കാൾ സുരേന്ദ്രഭട്ട് സാറിനെ ഒക്കെ പോയി വേണേൽ വിളിച്ച് പറയും. സ്വന്തം അപ്ലൈനോട് മാത്രം ഡിസ്കസ് ചെയ്യാതിരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്വന്തം അപ്ലൈനെയാണ് ആദ്യം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ. കാരണം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഉന്നമനത്തെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെ എത്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ അപ്ലൈൻ എന്നുള്ളത്. അപ്പോൾ അപ്ലൈന് വളരെയധികം പ്രാധാന്യം സിസ്റ്റത്തിലുണ്ട്. അപ്ലൈനുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ അതൊന്നും ബിസിനസ്സിൻ്റെ ദോഷത്തിനായിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകാതെ നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നത് എപ്പോഴും നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ സൂം മീറ്റിംഗ്, അത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ് സൂം മീറ്റിംഗ് എന്നുള്ളത്. സൂം മീറ്റിംഗ് ഫിസിക്കൽ മീറ്റിങ്ങിനോടൊപ്പം തന്നെ പവർഫുൾ, കാരണം ഡിജിറ്റൽ മീഡിയയുടെ അതിപ്രസരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൂം മീറ്റിംഗ്, ഇന്ന് ആൾക്കാരെല്ലാം തിരക്ക് പിടിച്ചവരാണ്. ഫിസിക്കൽ മീറ്റിങ്ങിലും ഫംഗ്ഷനിലും മുമ്പേ പറഞ്ഞാലുള്ള ട്രെയിനിങ്ങൊന്നും എല്ലാവർക്കും ഒന്നും പങ്കെടുക്കാൻ സമയമുണ്ടാകുന്നില്ല. കാരണം എല്ലാവരും ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു തന്ത്രപ്പാടിൽ ഓടി നടക്കുമ്പോൾ പലപ്പോഴും ചിന്ത തന്നെ എന്താണ്? 3 മണിക്കൂർ അവിടെ പോയിരിക്കേണ്ടേ, 5 മണിക്കൂർ അവിടെ പോയിരിക്കേണ്ടേ. പല ആൾക്കാരും നമുക്കറിയാം മീറ്റിങ്ങിൽ
വന്നു കഴിഞ്ഞാൽ രാവിലെ നിർബന്ധിച്ചൊക്കെ കൊണ്ടുവന്നാൽ പോലും ഉച്ചയാകുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ എല്ലാവരും വിട്ടുപോകും. കാരണം സമയമില്ല, അവരുടെ കുറ്റമല്ല. അവർക്ക് അവർ ചെയ്യുന്ന ഫീൽഡിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ കാണുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡിജിറ്റൽ മീഡിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂമിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ഹിന്ദിയിൽ ഒരു പറച്ചിലുണ്ട്, ആരുടെ ടീമാണോ സൂമിൽ അവരുടെ ബിസിനസ്സിൽ ബൂം ഉണ്ടാകുമെന്ന് പറയുന്നത്. ആരുടെ ടീമാണോ സൂമിൽ കൂടുതൽ സമയം ഇരിക്കുന്നത് അവരുടെ ബിസിനസ്സിൽ ഒരു ബൂം ഉണ്ടാവും, ഒരു വളർച്ച ഉണ്ടാവും എന്നാണ് ഹിന്ദി പറയുന്നത്. അപ്പം നമ്മുടെ ടീമിൽ മാക്സിമം ആൾക്കാരെ സൂമിൽ പങ്കെടുപ്പിക്കുന്ന ഒരു ശീലം. ഇപ്പം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ 109 പേരേ ഉള്ളൂ, വെറും 150 പേര്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നത് 99% ആൾക്കാർ അവരുടെ ടീമിൽ ഒരാളോടും വിളിച്ചു പറഞ്ഞിട്ടില്ല. സ്വയം കയറിയിരിപ്പുണ്ട്, പക്ഷെ നമ്മൾ ആരോടും വിളിച്ചു പറയാറില്ല. അപ്പൊ ആരുടെ ടീമിലാണോ സൂം മീറ്റിംഗ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരുടെ ബിസിനസ്സിൽ വലിയൊരു വളർച്ച ഉണ്ടാവും, ഒരു സംശയമില്ല. കാരണം ഇതൊരു ഡിജിറ്റൽ മീഡിയ ആണ്. എല്ലാവർക്കും അവരുടെ സ്വീകരണം പറയും. പണ്ടൊക്കെ നമുക്കറിയാം എത്രയോ ദൂരെ കിലോമീറ്ററുകൾ. ഇപ്പം ന്യൂട്രിചാർജിന്റെ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ പങ്കെടുത്തത് കോഴിക്കോട് എന്നാണ്. എത്ര കിലോമീറ്റർ ദൂരെ, തലേ ദിവസം രാത്രി പോകേണ്ടി വന്നു എനിക്ക്. ആദ്യത്തെ ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാം പങ്കെടുക്കാൻ എനിക്ക് കോഴിക്കോട് പോകേണ്ടി വന്നു. 2011 സ്ഥിതിയാണ്, 2011. 2011 ഒരു മീറ്റിംഗ് പങ്കെടുക്കാൻ എനിക്ക് കോഴിക്കോട് പോകേണ്ടി വന്നു. രണ്ടാമതൊരു മീറ്റിംഗ് പങ്കെടുക്കാൻ ഞാൻ പോയത് ബാംഗ്ലൂരാണ്. അപ്പോൾ ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാം ഇത്രയും ദൂരെ പോയി പങ്കെടുത്താണ് അതിനെപ്പറ്റി അറിയുന്നത്. ഇന്നത്തെ സാഹചര്യമോ, ഇന്ന് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് സ്വീകരണ മുറിയിൽ ഇരുന്നുകൊണ്ട് ആർസിഎമ്മിന്റെ ഓരോ പ്രൊഡക്റ്റ്, ന്യൂട്രിചാർജിന്റെ പ്രൊഡക്റ്റ്, ഗുഡ് ഡോട്ടിന്റെ പ്രൊഡക്റ്റ് എന്തും പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വെറുതെ ആ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ, എന്നിട്ട് പോലും ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ മൂർസാർ എപ്പോഴും പറയും 1300-ലധികം PUC ഉള്ള കേരളത്തിൽ ആ PUCയിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രം ഈ സൂം ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ പിന്നെ ഒരാൾക്ക് എല്ലാവരും നിൽക്കേണ്ടി വരും, ഇരിക്കാനുള്ള ഇടം കിട്ടത്തില്ല. അതുപോലെ തള്ളിക്കയറ്റം ഉണ്ടാകും. അത്രയധികം PUC-യാ. നീ PUC-കളിൽ ചെന്നിട്ട് ന്യൂട്രിചാർജിന്റെ പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ അന്തം വിട്ട് വാ വിളിച്ച് കാണിക്കും, ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. എന്നും ട്രെയിനിങ് ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അത് ഓൺ ചെയ്ത് വെച്ചെന്ന് കേട്ടാൽ മതി. ഒരു പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ഒരു ചെറിയ അറിവുണ്ടെങ്കിൽ പോലും, ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്കൊരു ജലദോഷമുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് പ്രൊഡക്റ്റ് പറയണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവുണ്ടാകണം. എന്തെങ്കിലും ഒരു അറിവ്. ഈ കൊളസ്ട്രോൾ വരുന്ന ഒരാൾ വരുമ്പോൾ ഓക്കെ ആ അപ്പോൾ നമ്മൾക്ക് അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അറിവെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ചെറിയൊരു പ്രൊഡക്റ്റിനെ പറ്റി അറിവ് പോലും നമുക്ക് വലിയൊരു സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരാൾ കാലുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരാൾ മുട്ടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ഷുഗറിന്റെ കംപ്ലൈൻറ്റ്. കാരണം വരുന്നവർ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, തലവേദന ഉള്ളവരുണ്ട്. എത്രയോ ആൾക്കാർ ദിവസവും വന്നിരുന്നു. അവരോട് ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ വെറുതെ എന്ന് ചോദിക്കുക, വെയിലത്ത് വരുന്നവരോട് എങ്ങനെയുണ്ട്, ക്ഷീണം ഉണ്ടോ എന്ന് ചോദിക്കുക. ക്ഷീണം ഉണ്ടെന്ന് അവർ പറയും. അപ്പം പറയാം, ക്ഷീണം മാറാൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇതൊന്ന് ഒരു എനർജി റിഫ്രഷ് ഉണ്ട്, ഇത് കുടിക്കും. ഇതെന്ന് പറഞ്ഞാൽ അയാൾ ചോദിക്കുക ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ വാങ്ങും. അയാളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടന്റ്സ് എന്താണ്, നിങ്ങളുടെ ക്ഷീണം മാറ്റാൻ അത് ഏത് കണ്ടന്റ്സ് സഹായിക്കും. അതാണ് മാർക്കറ്റിംഗ് എന്ന്. ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വി ആർ നോട്ട് എ സെല്ലേഴ്സ്. നമ്മൾ സെയിൽ ചെയ്യുന്നവരല്ല, വി ആർ ഓൾ മാർക്കറ്റിംഗ് ഫീൽഡ് പീപ്പിൾ ആണ്. എന്താണ്, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നവരല്ല, സെയിൽ ചെയ്യുന്നവരല്ല. നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ പറയും, ഓക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എനിക്ക് തരൂ എന്ന് പറയിപ്പിക്കണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ അതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നോളജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ പങ്കെടുത്താലേ നടക്കും. അതിനാണ് സൂം പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം, കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുക. ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ 108 പേര്, നമുക്കറിയാം നമ്മുടെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് വെച്ച് 108 പേരെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിലോ നിങ്ങൾക്ക് 100-200 പേരെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. വീട്ടിൽ ഇപ്പം വെറുതെ 11 മണിയായി, വെറുതെ ഒന്ന് ഫോൺ എടുക്കുക, ചേട്ടാ എവിടെയുണ്ട്, ചേച്ചി എവിടെയുണ്ട്, നിങ്ങളിപ്പോൾ എവിടെയാണ്, ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്, അയ്യോ നിങ്ങൾ സൂം പ്ലാറ്റ്ഫോം ഒന്ന് ഓൺ ചെയ്തില്ലേ, അതെന്താ ഇന്ന് വിശേഷിച്ചേ, ഇന്നൊരു നല്ല പ്രോഗ്രാം ഉണ്ട് എന്ന് ഒന്ന് വിളിച്ചു പറയുക. അത് കേട്ടാൽ 10 പേരോട് പറഞ്ഞാൽ ഒരാൾ പറയും. ഡയറക്ട് സെല്ലിങ്ങിന്റെ അടിസ്ഥാന നിയമമാണ്, ലോ ഓഫ് ആവറേജ് പറയുന്നത് എന്താണ്, നിങ്ങൾ ഒരു കാര്യം 10 പേരോട് പറഞ്ഞാൽ ഒരാൾ കേൾക്കും, ഒരു സംശയമില്ല. നിങ്ങൾ ഫോൺ എടുത്ത് 10 പേരോട് വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ കയറും. ചിലപ്പോൾ 2 പേര് കയറിയേക്കാം, ചിലപ്പോൾ 3 പേര് കയറിയേക്കാം. നീ നോക്കുക, പറഞ്ഞ ആൾ കയറിയോ ഇല്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും വിളിക്കുക, ചേട്ടാ ഞാൻ പറഞ്ഞത് കയറിയില്ലേ, അല്ല ചേച്ചി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫോൺ കയറിയില്ല, അയ്യോ ഞാൻ മറന്നുപോയി കേട്ടോ, എന്നാൽ കയറിക്കോ. ഇങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാലോ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ കയറും. ഒരാളൊരു മീറ്റിങ്ങിൽ പങ്കെടുത്താൽ ഒരുപക്ഷേ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങളൊരു വലിയ ലീഡറെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ആ ലീഡർ നിങ്ങൾക്കറിയില്ല. സാറൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ടീമിൽ ഇനി ഡയമണ്ട് ആകേണ്ട ആൾ വന്നിട്ടില്ല. നിങ്ങളുടെ ടീമിൽ ഇതുവരെ ടെക്നിക്കൽ അച്ചീവർ ആകേണ്ട ആൾ വന്നിട്ടില്ല. ഇനി കിടക്കുന്നു, ആൾക്കാർ വരാൻ കിടക്കുന്നു. നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ, നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ, നിങ്ങൾ കൊടുക്കുന്ന ഒരു വിഷൻ മതി നിങ്ങളുടെ ടീമിൽ ധാരാളം ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഈസിയാണ്. RCM ഈസ് സോ സിമ്പിൾ. RCM വളരെ സിമ്പിൾ ആണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്. നിങ്ങളെ സീരിയസ് ആക്കാതിരുന്നാൽ മതി. RCM ഈസ് സോ സിമ്പിൾ. എന്തായാലും നിങ്ങളുടെ ടീമിൽ ആരുടെ ടീമാണോ സൂമിൽ അവരുടെ ബിസിനസ് ബൂം ആകും എന്നുള്ള കാര്യത്തിൽ
സംശയമൊന്നുമില്ല. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരുടെ ടീമിലാണ്, ഇതൊന്നും ഒരു പ്രസക്തമേ അല്ല. നിങ്ങൾ എത്ര നിങ്ങൾ ഹൗ മച്ച് ഈസ് യുവർ ഫോക്കസ് ഇൻ എഡ്യൂക്കേഷൻ, അതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ എന്ത് പ്രാധാന്യമാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? നിങ്ങൾ ആരുടെ ടീമിൽ വന്നു, നിങ്ങൾ എവിടെയാണ്, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് കാര്യമായിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കുടെ ഫോക്കസ് ശരിയാണോ ഈ ബിസിനസ്സിൽ? തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ ജോയിൻ ചെയ്താലും, എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത പറഞ്ഞു, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടീം ബിൽഡിംഗ്. ടീമിനെ ബിൽഡ് ചെയ്യണം. ടീം ബിൽഡിംഗ് ഈസ് കമ്പൽസറി ഇൻ ഡയറക്ട് സെല്ലിംഗ്. ടീമിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരിടത്തും എത്താൻ പറ്റില്ല. ടീം ബിൽഡിംഗ് ഈസ് കമ്പൽസറി ഇൻ ദിസ് ബിസിനസ്. ഈ ബിസിനസ് വിജയിച്ചവരെല്ലാം ടീമിനെ ബിൽഡ് ചെയ്തവരാണ്. അപ്പൊ ടീമിനെ ബിൽഡ് ചെയ്യാത്ത ഒരാൾക്ക് പോലും ഈ സിസ്റ്റത്തിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഡയറക്ട് സെല്ലിംഗ് ഈസ് ഓൾ അബൌട്ട് ഡ്യൂപ്ലിക്കേഷൻ. അപ്പൊ ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ് RCMൽ. ഇറ്റ് ഈസ് നോട്ട് ദ ബിസിനസ് ഓഫ് ജോയിനിങ് പീപ്പിൾ, ഇറ്റ് ഇസ് ദ ബിസിനസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റിംഗ് പീപ്പിൾ. ഇത് വളരെ പ്രസക്തമാണ്. RCM ബിസിനസ്, ഡയറക്ട് സെല്ലിംഗ് എന്ന ബിസിനസിന്റെ പ്രത്യേകത ബിസിനസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഡ്യൂപ്ലിക്കേഷൻ എന്ന മോഡിലേക്ക് കടക്കുക. ഡ്യൂപ്ലിക്കേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിനിങ് ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വരത്തുള്ളൂ. അപ്പം ഇറ്റ്സ് എ ബിസിനസ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, ഡയറക്ട് സെല്ലിംഗിൽ നിങ്ങൾ എന്താണ് RCMൽ വന്നിട്ട് RCMന്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വലിയ ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റും. എല്ലാവരും ഒരു ലീഡറായിട്ട് മാറട്ടെ. ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ള ചിന്ത മനസ്സിൽ എടുത്തു കളയുക. ഇനിയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിസ്റ്റത്തിന് വേണ്ടി, എൻ്റെ ഭാവിക്ക് വേണ്ടി, RCMന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്താൽ ഞാനൊരു ലീഡറായിട്ട് മാറും? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വർഷം എന്തായാലും 31-ാം തീയതി ഉച്ച കഴിഞ്ഞ സമയമാണ്. ഈ ബിസിനസ്സിൽ കൂടി എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരു വലിയ ഡിസൈൻ ഈ സിസ്റ്റത്തിനുള്ള കാര്യം മാത്രം ഓർക്കുക. നിങ്ങൾ കഴിഞ്ഞതൊക്കെ മറന്നുകൊണ്ട്, ഫോർഗെറ്റ് യുവർ പാസ്റ്റ്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫോക്കസ് ഓൺ പ്രസന്റ്. നാളെപ്പറ്റി അല്ല, ഇന്നത്തെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നാളെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ആ വിഷനോടുകൂടി എല്ലാവർക്കും വിജയിക്കാനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ക്ലോസിങ് ഏറ്റവും മനോഹരമാക്കണം. പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ, ചാരിതാർത്ഥ്യത്തോടെ, വളരെയധികം ആനന്ദത്തോടെ നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പറ്റണം. അതിന് എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെതായ എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. മോട്ടിവേഷൻ പ്ലസ് എഡ്യൂക്കേഷൻ പ്ലസ് വിഷൻ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് പൂരിപ്പിക്കാം. താങ്ക് യു. ഇങ്ങനെ അവസരം തന്ന മൂർത്തി സാറിനും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ടീമംഗങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കറക്റ്റ് 12:30. താങ്ക് യു മൂർത്തി സാർ. JRCM.